राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे गोविंद नाम संकीर्तनं गोविंद गोविंद यो अन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युं नमाम्यहं गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. നാരായണീയത്തിൽ പിന്നീട് 24, 25, 2 ദശകങ്ങളിലായിട്ട് പ്രഹ്ലാദ ചരിത്രം, നരസിംഹാവതാരം അത് സൂചിപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ലേ, ഗുരുവായൂരപ്പ ഞാനിനി ഒരു സിംഹത്തിൻ്റെ കഥ പറയാം എന്ന മട്ടിലാണ് കഥ. അത് കഴിഞ്ഞ് ഇനി ഞാനൊരു ആനയുടെ കഥ പറയാം എന്ന് പറഞ്ഞ് ഗജേന്ദ്ര മോക്ഷം. ഭക്തന് വേണ്ടി എത്ര ക്രൂരമായ രൂപം ധരിക്കാനും ഭഗവാന് മടിയില്ല എന്ന് കാണിക്കുകയാണ് ഈ ഒരു നരസിംഹാവതാരം. ആ കണ്ഠം നരാകാരം, അപ്പുറം മൃഗാകാരം, കഴുത്ത് വരെ മനുഷ്യൻ, അതിൻ്റെ മുകളിലേക്ക് സിംഹം. അതും രാത്രി കൊല്ലാൻ പാടില്ല, പകൽ കൊല്ലാൻ പാടില്ല, അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, ആയുധമുള്ളത് കൊണ്ട് കൊല്ലാൻ പാടില്ല, ആയുധമല്ലാത്തത് കൊണ്ട് കൊല്ലാൻ പാടില്ല, ജീവനുള്ളത് കൊണ്ട് കൊല്ലാൻ പാടില്ല, ജീവനില്ലാത്തത് കൊണ്ട് കൊല്ലാൻ പാടില്ല എന്നതൊക്കെ സത്യമാക്കിയും കൊണ്ടൊരു അവതാരം. അതാണ് നരസിംഹാവതാരത്തിൻ്റെ പ്രത്യേകത. ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവഭവത ഹതേ ശോകക്രോധക്ലപിതതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുരമരാരാതിസതസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മുരരിപോ. അയ്യോ ഭഗവാനെ, ഹിരണ്യാക്ഷം വധിച്ചു. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് കൊന്നുവല്ലോ. ആ വാർത്ത അറിഞ്ഞ സമയത്ത് ഗംഭീരമായിട്ടുള്ള പ്രതിജ്ഞ എടുത്തു അദ്ദേഹത്തിൻ്റെ സഹോദരൻ. അതും തുടങ്ങുന്നത് ഹിരണ്യൻ തന്നെയാണ് അയാളുടെയും പേര്, പക്ഷേ കശിപു എന്നാണ്, ഹിരണ്യകശിപു, മറ്റത് ഹിരണ്യാക്ഷൻ. അങ്ങനെ അദ്ദേഹം പ്രതിജ്ഞ എടുത്തു, അങ്ങയെ വധിക്കും. തപകില വധാർത്ഥം മുരരിപോ. ആ മുരനെ കൊന്ന ആളാണ് അങ്ങ്. അങ്ങേക്ക് ഈ ഹിരണ്യകശിപുവിനെ കൊല്ലാനുള്ള നിസ്സാര, അതാണ് മുരരിപോ എന്ന് വിളിച്ചത്. എന്നിട്ടും അങ്ങയെ വധിക്കാൻ വേണ്ടി അദ്ദേഹം പ്രതിജ്ഞ എടുത്തു, വധിക്കും. വിധാതാരം ഘോരം സഖലു തപസിത്വാച ന ചിരതഃ പുരസ്സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തഃ ജഗദിഹ ഭവന്നായകമിതം പരിക്ഷുന്ദന്നിന്ദ്രാദഹരതദിവം ത്വാമഗണയൻ. അദ്ദേഹം വിധാതാവിനെ പ്രതിജ്ഞ ചെയ്തു, വിധാതാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി, ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി, അങ്ങനെ വരം വാങ്ങി. എന്താ വരം വാങ്ങിയത്? സുരനരമൃഗാദ്യൈഹി അനിധനം. സുരന്മാർക്കോ നരന്മാർക്കോ മൃഗങ്ങൾക്കോ ഒന്നും തന്നെ കൊല്ലാൻ പറ്റില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നരസിംഹൻ തൻ്റെ കൈകൊണ്ട് തന്നെ താൻ ചാവണം എന്നുള്ള ആ ഒരു നിർബന്ധം ആർക്കുണ്ടായിരുന്നു? ഈ ഹിരണ്യകശിപുവിനുണ്ടെന്നർത്ഥം. വരം ലബ്ധ്വാ തൃപ്തഃ. വരം കിട്ടിയാൽ സ്വതവേ തൃപ്തിയാണ് ഉണ്ടാവുക എങ്കിൽ ഒരുപാരപ്പ ഇദ്ദേഹത്തിന് ഉണ്ടായത് തൃപ്തഃ, തൃപ്തി ആണ്. തൃപ്തി പറഞ്ഞാൽ ദർപ്പം, ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. വരം ലഭിച്ചു, അഹങ്കാരിയായിട്ട് മാറി. പരിക്ഷുന്ദന്നിന്ദ്രാദഹരതദിവം ത്വാം അഗണയൻ. അങ്ങയെ തന്നെ ശ്രദ്ധിക്കാതെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യം തട്ടിപ്പറച്ചു. നിഹന്തും ത്വാം ഭൂയഃ തവ പദമവാപ്തസ്യ ചരിപോഃ ബഹിർദൃഷ്ടേരന്തർദതിതഹൃദയേ സൂക്ഷ്മവപുഷാ നതന്നുച്ചൈഃ തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സഖലുചിതകാശീ നിവവൃതേ. അങ്ങയെ അന്വേഷിച്ച് പല ദിക്കിലും അദ്ദേഹം നടന്നു. ഇപ്പം ഭൂമിയും സ്വർഗവും പാതാളവും ഒക്കെ ഭരിക്കുന്നത് ഹിരണ്യകശിപുവാണ്. അന്വേഷിച്ച് വൈകുണ്ഠത്തിൽ പോയി ഭഗവാനെ കണ്ടില്ല. ഭഗവാൻ തന്നെ കണ്ട് പേടിച്ചോടി എന്നാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഗുരുവായൂരപ്പ അങ്ങ് ഒളിച്ചത് എവിടെയാണ്? അവൻ്റെ ഹൃദയത്തിൽ ഒളിച്ചില്ലേ. അല്ലെങ്കിലും കള്ളന്മാരൊരിക്കലും തൻ്റെ പോക്കറ്റ് തപ്പില്ലല്ലോ, അടുത്തുള്ള ആളുടെ പോക്കറ്റല്ലേ നോക്കുള്ളൂ. അതുകൊണ്ട് വിവരമുള്ളവരെന്ത് ചോദിച്ചാൽ കയ്യിലുള്ള കാശ് നഷ്ടപ്പെടുമെന്ന് സംശയം തോന്നിയാൽ അടുത്തുള്ള കള്ളൻ്റെ പോക്കറ്റിൽ വയ്ക്കും. പേടിക്കാനില്ല, അത് ഭദ്രമായിട്ട് അവിടെ ഉണ്ടാവും. ഇതുപോലെ ആ കള്ളനായ ഹിരണ്യകശ്യപുവിൻ്റെ ഹൃദയത്തിൽ അങ്ങ് ഒളിച്ചു. ഒരിക്കലും ഹിരണ്യകശ്യപു അകത്തേക്ക് നോക്കില്ലല്ലോ, പുറമേക്കല്ലേ നോക്കുക. നമ്മളൊക്കെ പുറമെ നോക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെ ഹിരണ്യകശ്യപുക്കളെന്ന് പറയേണ്ടി വരും. അകത്തുള്ള ഈശ്വരനെ ശ്രദ്ധിക്കുന്നില്ല, പുറമേക്ക് നോക്കിയിട്ട് ദുഃഖം സമ്പാദിക്കുകയാണ്. തതോസ്യ പ്രഹ്ലാദഃ. ഇനി ആ ഭഗവാൻ ഹൃദയത്തിൽ വന്നിരുന്നതുകൊണ്ടാണോ ഇയാൾക്കൊരു ഉണ്ണിയുണ്ടായി പ്രഹ്ലാദൻ?
ആ ഇരുന്നതിൻ്റെ ഭഗവാൻ ഉള്ളിൽ ഒളിച്ചിരിക്കാനാണെങ്കിലും ഇരുന്നതിൻ്റെ ഫലമായിട്ടാണോ അറിയില്ല. അതാണ് ഉടനെ തന്നെ പറഞ്ഞു തതോസ്യ പ്രഹ്ലാദ. അങ്ങ് ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നത് കൊണ്ട് ആ ഒരു ചൈതന്യം ആയിരിക്കും അത് കയാധുവിലെത്തി. അങ്ങനെ പ്രഹ്ലാദൻ, അങ്ങയുടെ ഭക്തനായ പ്രഹ്ലാദൻ ജനിച്ചു. തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനേർവീണാപാണേഹേ. ആ വീണാപാണിയായിരിക്കുന്ന മുനിയുടെ അധികത ഭവത് ഭക്തി മഹിമ. ഗർഭത്തിലിരിക്കെ തന്നെ, കയാധുവിൻ്റെ ഗർഭത്തിലിരിക്കെ തന്നെ അങ്ങയുടെ ഭക്തനായ നാരദ മഹർഷിയിൽ നിന്ന് തത്വമൊക്കെ കേൾക്കാൻ സാധിച്ചു ഭാഗ്യവാൻ. സവൈ ജാത്യാ ദൈത്യ ശിശുരഭി. ജന്മം കൊണ്ട് ദൈത്യനാണെങ്കിലും അസുരക്കുട്ടിയാണ്. പക്ഷേ സമേത്യത്വൈരതിം ഗതസ്ത്വദ്ഭക്താനാം വരദ. അസുരക്കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും മുന്നിലാണ് ആര്? ഈ അസുരക്കുട്ടി. ഭക്തന്മാരുടെ പേര് പറയുമ്പം ദേവന്മാരുടെ പേരൊന്നല്ല ആദ്യം. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക. ഭക്തൻ്റെ പേര് പറയുമ്പോൾ ആദ്യം വരുന്നത് അത് അസുരക്കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദനാണ്. ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. വലിയൊരു ഉദാഹരണമാണ് ഭക്തന്മാരെങ്ങനെ, നല്ല ഭക്തൻ എങ്ങനെയാണ് ചോദിച്ചാൽ ഉദാഹരണമായിട്ട് പ്രഹ്ലാദനെ പറയുക. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ. സുരന്മാരൊക്കെ പരിഹസിക്കുന്ന അങ്ങയുടെ ഭക്തി ഇതാണ്. അസുരന്മാരൊക്കെ പരിഹസിക്കുന്ന അങ്ങയുടെ ഭക്തി. സുരാരീണാം, സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, സുരൻ്റെ അരി എന്ന് പറഞ്ഞാൽ അസുരൻ, അരി പറഞ്ഞാൽ ശത്രു. ഒക്കെ അങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. മെൽപ്പത്തൂരിൽ ഇങ്ങനെയൊക്കെ പറയാം, നമുക്കിത് വ്യാഖ്യാനിക്കാനേ പ്രയാസമാണ്. സുരാരീണാം ഹാസ്യം, ശത്രുക്കൾക്ക്, ഇന്ദ്രൻ്റെ ശത്രുക്കൾക്ക് ഹാസ്യമായിരിക്കുന്ന അങ്ങയുടെ ദാസ്യം, അവർ പരിഹസിക്കുന്ന ഹരിഭക്തി. അതിൻ്റെ വക്താവായിട്ട് മാറിയാൽ ഈ പ്രഹ്ലാദൻ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശക്ഷിരമം ഗുരുപ്രോക്തം ചാസൗ ഇതമിതമഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. ഹിരണ്യാക്ഷൻ മരിച്ചു. ഹിരണ്യാക്ഷൻ്റെ ഓർമ്മയ്ക്കുണ്ടാക്കിയ ആ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകനെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നു ഹിരണ്യകശിപു. അവിടെയുള്ള ഗുരുനാഥന്മാർ ചണ്ടൻ, മർക്കൻ, രണ്ടുപേര്. ശുക്രാചാര്യർ ലീവ് എടുത്തു പോയി. അദ്ദേഹം മനസ്സിലായി ഇനി PTA പ്രസിഡൻറ്റ് മിക്കവാറും ഹിരണ്യകശിപു ആവും. അതുകൊണ്ട് ഇനി ഈ പ്രഹ്ലാദൻ്റെ +2 കഴിയുന്നത് വരെ ലീവാണ്. അദ്ദേഹം തൻ്റെ മക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം പോയി. പിന്നെ മക്കളാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് പിന്നെ ഇന്നത് പഠിപ്പിക്കാമെന്നില്ല, ശമ്പളം കിട്ടണമെന്നേ ഉള്ളൂ. എന്ത് വേണമെങ്കിൽ പഠിപ്പിക്കും. ഈശ്വരൻ ഉണ്ടെന്ന് പഠിപ്പിക്കണോ, അങ്ങനെയാവാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറി ഈശ്വരൻ ഇല്ല എന്നാണ്. ഓ എന്നാൽ അങ്ങനെയാവാം. ഈശ്വരൻ ഉണ്ടോ ഇല്ല സംശയം കൊണ്ടാ. ഓ എന്നാൽ അങ്ങനെയാവാം. അല്ലാതെ അപ്പം നമുക്കിപ്പം ശമ്പളം കിട്ടുന്നില്ല, അതിപ്പോൾ എന്താ വേണ്ടു, ആ ഒരു മട്ടാണ്. പക്ഷേ ശുക്രാചാര്യൻ അങ്ങനെയല്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ലീവ് എടുത്തു പോയി. മക്കളാണ് പഠിപ്പിക്കുന്നത്. ഗുരുപ്രോക്തം, ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്നതൊക്കെ ഇതമിതം അഭദ്രായ, ഇതൊന്നും നല്ലതിനല്ലല്ലോ ഈശ്വര ഗുരുവായൂരപ്പ എന്നുള്ള മട്ടിൽ. 4 സ്ഥാനം കൊണ്ട് ഗുരുവല്ലേ, ധിക്കരിക്കേണ്ടെന്ന് കരുതി ഒന്നും എതിർത്ത് പറയില്ല, മിണ്ടാണ്ടിരിക്കും. അധീതേഷു ശ്രേഷ്ഠം. പഠിപ്പൊക്കെ ഒരു 3 മാസം കാക്കൊല്ല പരീക്ഷ. 3 മാസം കഴിഞ്ഞപ്പം പഠിപ്പ് എത്ര കണ്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഹിരണ്യകശിപു വിളിച്ചു. അടുത്തിരുത്തി തൻ്റെ മടിയിലിരുത്തി താടി പിടിച്ച് കുലുക്കി കവളത്തൊരു ഉമ്മ കൊടുത്ത് ചോദിക്കുകയാണ്. അധീതേഷു ശ്രേഷ്ഠം. ഉണ്ണി, നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പാഠം ഏതാ? കിമിതി പരിപൃഷ്ടേധതനയേ ഭവത്ഭക്തിം വര്യാം അഭിഗതതി. ഒരു സംശയവുമില്ലാതെ പര്യാകുലധിയ, ഒരു പരിഭ്രമമില്ലാണ്ട് അച്ഛൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. ഞാൻ ഏറ്റവും കേമായിട്ട് മനസ്സിലാക്കിയ പാഠം എന്താ ചോദിച്ചാൽ ഭവത്ഭക്തിം വര്യാം എന്ന്. ഗുരുവായൂരപ്പനിൽ ഭക്തി വയ്ക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്ന് ഒരു പരിഭ്രമമില്ലാണ്ട് ആ ഉണ്ണി പറഞ്ഞില്ലേ അച്ഛൻ്റെ മടിയിലിരുന്നും കൊണ്ട്. ഗുരുഭ്യോരോഷിത്വ. ഈ ഉണ്ണിയുടെ വർത്തമാനം കേട്ടപ്പോഴേക്കും ഹിരണ്യകശിപുവിന് ദേഷ്യം. ആരോട്? ഉണ്ണിയോടോ? ഉണ്ണിക്ക് 6-7 വയസ്സ്, ഉണ്ണിക്ക് എന്താ അറിയാം? ഇതൊക്കെ പഠിപ്പിച്ചത് ആരായിരിക്കും? മാഷന്മാരല്ലേ. ഗുരുഭ്യോരോഷിത്വ. ആ അധ്യാപകരെ നോക്കി കണ്ണുരുട്ടി. അവരാകെ പേടിച്ചു. അവരുടെ മുണ്ടൊക്കെ മഴ പെയ്യാണ്ട് നനഞ്ഞു. അവരാകെ പരിഭ്രമിച്ച് ഞങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞു. സഹജമതിരേ സഹജമതിഹി അസ്യേത്യഭിവിധൻ. ഇവന് സഹജമതി, ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് ഈ ഒരു സ്വഭാവം. ഇത് ഞങ്ങൾ കൊടുത്തതല്ല, ഇത് ഇൻബിൽറ്റായിട്ട് വരുമ്പോൾ തന്നെ ഉള്ളതാ. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. അങ്ങേ ഈ ഉണ്ണിയും കണ്ടപ്പം ഒരു ചേർച്ചല്ല. ഈ ഉണ്ണിയാണെങ്കിൽ പരമസാത്വികൻ. എങ്ങനെ ഹിരണ്യകശിപുവിന് ഇങ്ങനെ ഒരു മകനുണ്ടായി? ഇത് നൈസർഗികീയം മതിരസ്യ രാജൻ. ചിലതിങ്ങനെ ഉണ്ട്, ചില കേസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. വീട്ടിലുള്ളവർക്കൊന്നും ഭക്തിയില്ല, പക്ഷെ അതിലൊന്ന്
പരമഭക്തൻ. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കാണാറുണ്ട്. ചില തിരിച്ചും ഉണ്ടാവും, എല്ലാവരും ഭക്തന്മാരാ, ഒന്ന് മാത്രം ഇല്ലാണ്ടായി, അങ്ങനെ ഉണ്ടാവും. അത് മറ്റേ പ്രസിഡൻ്റാണ്, ഇങ്ങനെയൊക്കെ അവരത് കാണാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ദേഷ്യം ഒഴിവാക്കൂ, ഇവനത് ജന്മനാനുള്ളതാണ് ഈ ഒരു ഭക്തി എന്ന് പറഞ്ഞിട്ടും ഹിരണ്യകശിപു കേട്ടില്ല. നിങ്ങൾ പഠിപ്പിക്കൽ സ്കൂളിൽ മതി, എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ, പല വിധത്തിൽ ഈ ഉണ്ണിയെ കൊല്ലാനായിട്ട് നോക്കി. ആ ഉണ്ണി ആവട്ടെ അങ്ങയെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവനല്ലേ, അതുകൊണ്ട് ആ ഉണ്ണിയെ എന്തൊക്കെ ചെയ്യാൻ നോക്കി, ഒന്നും ഫലിച്ചില്ല. സശൂലൈരാവിദ്ധ, ശൂലം കൊണ്ട് കുത്തി രണ്ടുപേര് ചത്തു. സ ബഹുമധിതോ ദിഗ്ഗജഗണൈ, ദിഗ്ഗജങ്ങളെ കൊണ്ടുവന്നു, ആനയെ കൊണ്ടുവന്ന് കുത്തിക്കാൻ നോക്കിയ സമയത്ത് ആന അടുത്തെത്തിയപ്പം പ്രഹ്ലാദനെ കണ്ടപ്പോൾ സിംഹമായിട്ട് തോന്നി. പേടിച്ച് പിണ്ടട്ടാരോടി, ആനയും കണ്ട് ഓടി. എന്ത് ചെയ്തിട്ടും ഈ ഉണ്ണിയെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. മഹാസർപ്പൈർദഷ്ടോപി, മഹാസർപ്പം കൊണ്ട് കടുപ്പിച്ചു, ആ ഉണ്ണിക്ക് വിഷമേറ്റില്ല. അനശനഗരാഹാരവിദുഷ, പട്ടിണിക്കിട്ട് നോക്കി, വിഷം കൊടുത്താൽ അത് കുടിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ അർപ്പണമസ്തു, അത് ഉള്ളിടുന്ന് ഭഗവാൻ കുടിച്ചു. ഗിരീന്ദ്രാവക്ഷിപ്തോപി അഹഹ പരമാത്മൻ ഐ വിഭോ, ഗുരുവായൂരപ്പ എന്തൊക്കെ ചെയ്ത ഉണ്ണിയെ. വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടുന്ന് താഴത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൂപ്പൻ താടി പറന്നു പോണത് പോലെ ആ ഉണ്ണി താഴത്തേക്ക് അങ്ങനെ പോവുകയാണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയൊക്കെ വലിയ കാശ് കൊടുത്ത് വിമാനത്തിൽ കയറി അതിൻ്റെ മുകളിൽ ചാടുന്നവരൊക്കെ ഉണ്ട്, പാരച്ചൂട്ടിൽ ഇങ്ങനെ ചാടുക. 2 ലക്ഷം റുപ്യ അത്രേ. എന്തിനിങ്ങനെ ഭയപ്പെടണമെന്നാണ്. അതൊക്കെ ഓരോ, ഇതിപ്പോൾ 1 ലക്ഷം കൊടുക്കാണ്ട് തന്നെ ആർക്ക് പറ്റി? ഈ ഉണ്ണിക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ പറന്ന് വരണു. ഭൂമിദേവി തൻ്റെ മടിയിലേക്ക് ആ ഉണ്ണിയെ ഏറ്റുവാങ്ങി. ഏകാന്തത്തിൽ കിട്ടിയാൽ ലാളിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഭൂമിക്കുണ്ടായിരുന്നു. ഇപ്പോൾ സൗകര്യത്തിന് കിട്ടിയല്ലോ, നല്ലോണം ലാളിച്ചു, നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് പറഞ്ഞയച്ചു. ത്വയി ന്യസ്താത്മത്വാത് കിമപി നിപീഡാം അഭജത, പലതും ആ ഉണ്ണിയെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സ് അങ്ങയിൽ വെച്ച ആ പ്രഹ്ലാദൻ ഒന്നും അറിഞ്ഞില്ല. ഇതാണ് ഭക്തിയുടെ മഹത്വം. ഭഗവാനിൽ മനസ്സ് വെച്ചാൽ പുറമെ നടക്കുന്നത് ആരൊക്കെ നമ്മൾ ദ്രോഹിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ദ്രോഹിച്ചിരുന്നോ? അതെയോ? താൻ ദ്രോഹിച്ചിരുന്നപ്പോൾ അത്ര നേരം ഞാൻ അറിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ദേശക്കാരെ അറിയണില്ല, ശത്രുക്കളെ അറിയുന്നില്ല, പരിഹസിക്കുന്നവരെ ശ്രദ്ധിക്കുന്നില്ല. അതൊന്നും വിഷയമില്ല, അതൊന്നും അറിയാൻ നേരം വേണ്ട. എവിടെ നമുക്ക് നേരമല്ലേ? ഇപ്പോൾ തന്നെ ഊണ് കഴിക്കാൻ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് വായിക്കുക കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരക്കാവുമ്പം എവിടെയാണ് നേരം? അതാണ് സത്സംഗത്തിലിരിക്കാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ നേരമില്ല. 2000 ലാഭമാണ്, 2000 കുറ്റം പറച്ചിലില്ലല്ലോ, വലിയ കിട്ടലാണ്. അതല്ലാണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ 1-2 വർത്തമാനം, എന്തെങ്കിലുമൊക്കെ ആക്ഷേപം പറയാൻ തോന്നും, എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയും. വിളക്കൽ തിരിയില്ല, കെട്ടുപോയി, പടുതിരി കത്തി, അതാണ് ഇപ്പം ഒന്നുമില്ല കേട്ടോ, ഞാൻ പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷേപം പറയാൻ അങ്ങനെ തോന്നും. നല്ലത് നോക്കാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് സമയം ഉണ്ടാവരുത്, അങ്ങനെ നോക്കുക വേണ്ടത്. ഈ ഉണ്ണിക്ക് മനസ്സ് ന്യസ്താത്മത്വാത് ആണ്, ത്വയി അങ്ങയിൽ തന്നെ മനസ്സ് വെച്ചതുകൊണ്ട് പുറമെ പലരും ഉപദ്രവിക്കാൻ നോക്കിയെങ്കിലും ഒന്നും ആ ഉണ്ണി അറിഞ്ഞില്ല. തതശങ്കാവിഷ്ട, ആകെ പരിഭ്രമം, സംശയം ഉണ്ടായി. ആർക്ക്? ഹിരണ്യകശിപുവിന്. എന്തൊക്കെ ചെയ്തിട്ടും തൻ്റെ ഉണ്ണിയെ കൊല്ലാൻ പറ്റണില്ല. ഇനി താൻ വാങ്ങിയ വരം ഇവനും കിട്ടിയോ? പാരമ്പര്യമായിട്ട് ചിലപ്പം കിട്ടുമോ? അച്ഛൻ ഭാഗവതം വായിച്ച മകനും ചിലപ്പം വായിച്ചുകൂടായില്ല. അതേപോലെ താൻ വരം വാങ്ങി മരിക്കാൻ പാടില്ല എന്നുള്ള വരം തൻ്റെ മകനും കിട്ടിയോ? ഈശ്വര, എന്തൊക്കെ ചെയ്തു നോക്കി, ഇവനെ കൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ. തതശങ്കാവിഷ്ട സ പുനരതിദുഷ്ടോസ്യ ജനകഃ ഗുരുക്തിയാ തദ്ഗേഹേ കില വരുണപാശൈ തമരുണത്. വരുണപാശം കൊണ്ട് ഗുരുനാഥന്മാർ പറഞ്ഞത് കേട്ട് ഇവനെ ഗുരുനാഥന്മാരുടെ കൂടെ വിട്ടു. അങ്ങനെ ഗുരുകുലത്തിൽ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു. ഗുരോശ്ച അസാന്നിധ്യേസ പുനരനുഗാൻ ദൈത്യതനയാൻ. ഗുരുനാഥന്മാർ ആ സമയത്ത് അവിടെ ഇല്ല, അവരെന്തോ ചായ കുടിക്കാനോ എന്തിനോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ആ സമയത്ത് കുട്ടികളൊക്കെ അടുത്തേക്ക് ചെന്നു. ആ തൻ്റെ കൂട്ടുകാരായ കുട്ടികളെ ഭവത് ഭക്തേസ്തത്വം പരമവിജ്ഞാനം ആശിഷത്ത്, അങ്ങയുടെ ഭക്തിയുടെ മഹത്വം, അങ്ങയെ ആശ്രയിച്ചാലുള്ള ലാഭത്തെപ്പറ്റി ആ ഉണ്ണി പഠിപ്പിച്ചു. കൗമാര ആചരയത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ഭാഗവത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗമാണ്. കുട്ടികൾ ചോദിക്കുകയാണ്, എന്തിനാ പ്രഹ്ലാദ നീ ഒരു ചെറുപ്രായത്തിൽ വെറുതെ ലൈഫ് സ്പോയിൽ ചെയ്യണത്? ഭാഗവതം വായിക്കണം എന്നുള്ള നല്ല അഭിപ്രായം തന്നെ ഞങ്ങൾക്കും, പക്ഷെ അതൊക്കെ ഒരു 85 കഴിഞ്ഞിട്ടല്ലേ പാടുള്ളൂ. പല്ലൊന്നുമില്ല, ഷായാണോ അങ്ങനെ പരിഹസിച്ചതല്ല, അതല്ല പറയണത്. ചെവി കേൾക്കില്ല, ഷുഗറുണ്ട്, നല്ല ഉറക്കമുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആണോ? അതാണ് ചോദ്യം.
നമ്മളങ്ങനെ വിചാരിക്കുക, ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടല്ല. എത്ര നേരത്തെ സാധിക്കുന്നു അത്രയും നല്ലത്. അങ്ങനെയാണ് വേണ്ടത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശ്വരനെ ഭജിക്കാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ വീഴ്ച സംഭവിക്കില്ല. നീന്തൽ പഠിക്കേണ്ടത് 90-ാം വയസ്സിൽ പഠിച്ചിട്ട് കാര്യമില്ല. ഡ്രൈവിങ് പഠിക്കുക 99-ാം വയസ്സിൽ. എന്തിന് ഇതൊക്കെ 18 വയസ്സിൽ തന്നെ നോക്കിയിരുന്നെങ്കിൽ ഇല്ലേ? അതുകൊണ്ട് കുറേ കണ്ട് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിക്കും, മനസ്സൊക്കെ വഷളായിട്ടുണ്ടാവും, കേടായിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് അങ്ങനെയില്ല. കുട്ടിക്കാലത്ത് ദുഷിപ്പില്ല. അധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുട്ടികൾ വയർത്താലും അങ്ങനെ ദുർഗന്ധമല്ല. അവർക്കടുത്ത് പോയാലും നമ്മൾ പിന്നെ എന്ത് ചെയ്താലും ദുർഗന്ധമാണ്. അത് വ്യത്യാസം. ഇതിനെ സ്പ്രേയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അവരിൽ നിഷ്കളങ്കത പൊതുവേ ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടിക്കാലത്ത് തന്നെ ദുർവാസന വരുന്നതിൻ്റെ മുമ്പ് തന്നെ, പുറമെയല്ല അകത്തും ദുർവാസന വരുന്നതിൻ്റെ മുമ്പ്, മാരബാണമേൽക്കും മുമ്പ് രാമനാമം അകത്തെത്തണമെന്ന് പറയും. ഭഗവാന്റെ കഥകൾ അകത്തെത്തിയ പിന്നെ പേടിക്കണ്ട, പിന്നെ വീഴില്ല. ഇടയ്ക്ക് വെച്ച് വീഴ്ച വന്നാലും പേടിക്കണ്ട, തിരിഞ്ഞ് മറന്ന് നേരെ ഇക്കോളും. അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ ഈ ഈശ്വരനെ ഭജിക്കണം. ഭവൽ ഭക്തേഹ തത്വം പരമപി വിജ്ഞാനം അശിഷത്ത്. ആ പരമതത്വം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം. ആ പ്രസംഗം ആര് കേട്ടു? അത് ഈ അച്ഛൻ കേട്ടു. തൻ്റെ മകനാണ് ഇപ്പം എന്ത് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ഈശ്വര നിഷേധിയായി മാറിയിച്ചാൽ അയാളുടെ മകൻ തന്നെ വലിയ ഭക്തനായി മാറും, ആ കുടുംബത്തിൽ തന്നെ. ശ്രദ്ധിച്ചാൽ മനസ്സിൽ ചരിത്രം നോക്കിയാൽ കാണാം. എന്തിനെ നിഷേധിച്ചോ അതിൻ്റെ വക്താവായിട്ട് മാറും അയാളുടെ കുട്ടി തന്നെ. ഇതിലും വലിയ സിദ്ധാന്തം വേറെ വേണം? പഠിപ്പിക്കുകയാണ് ഹിരണ്യകശിപുവിനെ. അങ്ങനെ വലിയ ഭക്തനായി മാറി ഈ പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നു, കുട്ടികൾ മന്ത്രം ഏറ്റു ചൊല്ലുന്നു. ഇത് വലിയൊരു പ്രഹ്ലാദനെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ പ്രഹ്ലാദന്മാരായി മാറി. ആ ഗുരുകുലം ഭജന മഠമായിട്ട് മാറി. അവിടുന്ന് അങ്ങനെ ഭജന കേൾക്കുകയാണ്. അത് കേട്ട് ഹിരണ്യകശിപുവിനെ സഹിച്ചില്ല. പിതാശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം. ഗുരുവായൂരപ്പ അങ്ങയെ സ്തുതിച്ചും കൊണ്ട് പറഞ്ഞതൊക്കെ ഈ ഹിരണ്യകശിപു കേട്ടിട്ട് രുഷാന്ധ പ്രാഹീനം കുലഹതക. രുഷാന്ധ ദേഷ്യം കൊണ്ട് കണ്ണ് കലങ്ങി. പ്രാഹീനം കുലഹതക എൻ്റെ കുലത്തെ നശിപ്പിക്കാനായിട്ട് പറന്നവനെ എന്നും പറഞ്ഞ് ആ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ഓടി വന്നില്ലേ? കസ്തേ ബലമിതി. എന്താ നിൻ്റെ ബലം? ഈ ചെറിയൊരു ആൾ തൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, പുറമേക്ക് വരണില്ല എന്നേ ഉള്ളൂ. ആരടാ നിൻ്റെ ബലം എന്ന് ചോദിച്ച സമയത്ത് ബലം മേ വൈകുണ്ഠ. എൻ്റെ ബലം അച്ഛാ വൈകുണ്ഠനാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, അച്ഛൻ മനസ്സിലായിക്കോളൂ. അച്ഛനും ബലം മേ വൈകുണ്ഠ തവച ജഗതാം ചാപി സബലം. എനിക്ക് മാത്രമല്ല, അങ്ങേക്കും ബലമായിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്, ഈ വൈകുണ്ഠനാണ്. അങ്ങേക്കും എനിക്കും മാത്രമല്ല, ഇവിടെ ബലം ഉള്ളവർക്കൊക്കെ ബലമായിട്ടിരിക്കുന്നത് ആരാ? ബലവാന്മാരുടെ ബലം ഭഗവാനാണ്. അങ്ങയ്ക്ക് വരം തന്ന ഒരാളുണ്ടല്ലോ, ആര്? ബ്രഹ്മാവിന് ബലം ഈ ഭഗവാനാണ്. സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. ആ ധീരൻ ഒരു മടിയില്ലാതെ പരിഭ്രമിക്കാതെ ഈ സത്യം അച്ഛൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞില്ലേ? അതങ്ങട്ട് കേട്ടതും ദേഷ്യം കൊണ്ട് ഉറക്കെ അലറി വിളിക്കുകയാണ്. അരേ ക്വാസൗ സകല ജഗതാത്മാ ഹരിരിതി. എവിടെടാ നിൻ്റെ ഹരി? ജഗതാത്മാ, ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നിൻ്റെ ഹരി എവിടെ? പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോ ദ്വിതിസുത. എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ ഈ സ്തംഭത്തിൽ നിൻ്റെ ഹരി കാണേണ്ടതല്ലേ എന്ന് പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്. അങ്ങനെ പരിഹസിക്കാനൊന്നും പോകരുത്. ശരിക്കും അങ്ങനെ ഹരി അങ്ങനെ വരേണ്ടതല്ല. പക്ഷേ ഈ പരിഹാസം കൊണ്ട് വന്നതാ. അങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ, അത്രയേ ഉള്ളൂ. അതും ഇങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ ഉള്ളതൊക്കെ ഭഗവാനല്ലാണ്ട് ഒന്നും ഇല്ല. പിന്നെ നമ്മളിങ്ങനെ കണക്കാക്കുകയാണ്. തൂണിൽ ഭഗവാനുണ്ട്, തുരുമ്പലുണ്ട് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം എന്താ? അവിടെ അങ്ങനെ ചെറുവിരലിൻ്റെ ആകൃതിയിൽ മഞ്ഞ നിറത്തിൽ വട്ടക്കൊടുത്ത് ഗോപിക്കുരു തൊട്ട് എങ്ങനെ വിചാരിക്കുന്നത്? ഇപ്പം നമ്മൾ കണക്കാക്കുന്നത് പോലെ ഉജാലമുക്കി തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കരുത്. നീല നിറത്തിൽ അങ്ങനെ ഇരിക്കുക, ഗോപിക്കുരു തൊട്ട്, അതല്ല താല്പര്യം. ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനാണത്. നമ്മളതിനെ തൂണും തുരുമ്പും നമ്മൾ വിളിക്കുകയാണ്. ഇതൊക്കെ ഓടാണ്. നമ്മൾ വിളക്ക്, ഗിണ്ടി, താലം എന്നൊക്കെ നമ്മൾ വിളിക്കുകയാണ്. അത് ഓടാണ്, അതാണ് സത്യം. ഇത് ഈശ്വരനാണ്. നമ്മളിങ്ങനെ മനുഷ്യനും മൃഗം പക്ഷി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു എന്നല്ലാതെ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ എന്തോ ആ ഹിരണ്യകശിപുവിന് സാധിച്ചില്ല. എവിടെ നിൻ്റെ ഈ വിഷ്ണു എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ ഈ സ്തംഭത്തിലും കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ആ വാളങ്ങനെ കുലിക്കും കൊണ്ട് പ്രഹ്ലാദനോട് ചോദിക്കുന്നു. കരവാളോ ദിതിസുത ചലിത കരവാളോ ദിതിസുത.
അത പശ്ചാത് വിഷ്ണു ഗുരുവായൂരപ്പ, ഇനി അങ്ങോട്ട് പറയാൻ ഞാൻ കൂട്ടിയാൽ കൂടില്ല, നിർത്തുകയാണ്. നഹി പതിത്വമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. പിന്നെ അവിടെ സംഭവിച്ചത് പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഒന്ന്, അതിനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല. അതുകൊണ്ടത് പറയാണ്ട ഞാൻ തിരിച്ചില്ലത്തേക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അത് പറ്റില്ല. 24 ദശകമായിട്ടേ ഉള്ളൂ. 100 ദശകം എന്നൊക്കെ കണക്കാക്കി വന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ പറ്റുമോ? അന്ന് വൈകുന്നേരം ഭഗവാൻ ചെന്നു എന്നാണ്. മേൽപ്പത്തൂരിന് ഒഴിഞ്ഞു കൊടുത്തു. എവിടെയാണ് അങ്ങേക്ക് പ്രശ്നം? ഏതായാലും നരസിംഹാവതാരം വർണ്ണിച്ചിട്ട് പോയാൽ മതി. പിറ്റേ ദിവസം അദ്ദേഹം വരുന്നു. അന്ന് അദ്ദേഹത്തിന് വാതരോഗം ഇല്ല എന്നാണ് ഭക്തന്മാർ പറയണത്. കാരണം ഈ ദശകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് അന്ന് ഒരു വേദനയില്ല. വേദന ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. വേദന ഉണ്ടെങ്കിൽ അദ്ദേഹം പഠന്തോ നാമാനി പ്രമദഹരസിന്ധൗ അങ്ങനെ പറയുള്ളൂ, അങ്ങനെയൊന്നും പറയില്ല. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് വാതരോഗം ഇല്ല. അദ്ദേഹം വന്നു, അമ്പലക്കുളത്തിൽ കുളിച്ചു. വന്ന സമയത്ത് നട തുറന്നപ്പം കാണുന്ന കാഴ്ച, സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണജ്ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭുദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പ കശ്ചന സംപപാതചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. അതിഗംഭീരമായ ദശകം. ഭഗവാന്റെ ഓജസ് അങ്ങനെ ഓളം വെട്ടുന്ന ഒരു ദശകമാണ്. സ്തംഭേ ഘട്ടയത, ആഞ്ഞൊരടിയും കണ്ട് അടിച്ചില്ലേ. അതിൽ നിന്നൊരു ഒച്ച കണ്ടുണ്ടായി, നരസിംഹമൂർത്തിയുടെ ഒരു ശബ്ദം. ആ ശബ്ദം കണ്ട് കേട്ടു. ഹിരണ്യകശ്യപുവിൻ്റെ ചെവി, കാത് തവിട്ട് പൊടിയായി. ആ ശബ്ദം 14 ലോകങ്ങളിലും അങ്ങോട്ട് പ്രതിധ്വനിച്ചു. സമുദ്രം കരയിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറി. ഭൂമി കുലുങ്ങി, പർവ്വതം പൊടിയായി. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ. ഹിരണ്യകശിപുവിൻ്റെ ആ കർണപുടം അത് പൊട്ടിച്ചെറിയുന്നതാണ്. ആഘൂർണജ്ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവ ഭൂദ്രവ. ആ ശബ്ദം മുകളിലേക്ക് ഇങ്ങോട്ട് പോയി. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജഡർലോകം, തപോലോകം, സത്യലോകം. സത്യലോകത്തിരിക്കുന്ന ആ താമരയുടെ മുകളിലിരിക്കുന്ന ബ്രഹ്മദേവൻ അംഭോജഭൂവിഷ്ടരാത്. ആ താമര ഇങ്ങോട്ട് കുലുങ്ങി അതിൻ്റെ മുകളിൽ നിന്ന് മൂക്ക് കുത്തി താഴത്തേക്ക് ഇങ്ങോട്ട് വീണു. ഒരു കൊട്ട് ബ്രഹ്മാവിന് കൊടുത്തതാണ്. ഇനി മേലാൽ ഈ ജാതി വരം അസുരന്മാർക്ക് കൊടുക്കരുത്. അങ്ങേക്ക് കൊടുത്തു പോയാൽ മതി. സത്യമാക്കാൻ ഞാൻ പിന്നാലെ നടക്കുകയാണ്. ഭക്തന്മാരിങ്ങനെ പറഞ്ഞു പോകുന്നതൊക്കെ സത്യമാക്കാൻ ഭഗവാൻ കഷ്ടപ്പെടുകയാണ്. ബ്രഹ്മാവിന് കഷ്ടപ്പാടൊന്നുമില്ല, തഥാസ്തു എന്ന് പറയേ വേണ്ടു. പിന്നെ അത് നടപ്പിലാക്കുന്നത് ഭഗവാനാണ്. പിന്നെ ആ ശബ്ദം താഴത്തേക്ക് പോയി. ഭൂലോകം, ഭുവർലോകം ഒക്കെ താഴത്തേക്ക്. അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം. പാതാളത്തിരിക്കുന്ന ഹിരണ്യകശിപു പരിഭ്രമിച്ചു. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണം ഏതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാ സമാജൃംഭത. എല്ലാവരും അമ്പരന്ന് ആ അസുരന്മാരൊക്കെ ചുറ്റും നോക്കുന്നു. അതിൽ നിന്ന് അങ്ങനെ ഒരു രൂപം തെളിഞ്ഞ് പ്രകാശിക്കുകയാണ്. 2 തൂണങ്ങോട്ട് പടർന്ന് നടുക്ക് പുക. അതിൽ നിന്ന് അങ്ങനെ ഒരു രൂപം പ്രകാശിക്കുന്നു. ആ രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. തപ്തസ്വർണ്ണ സവർണ്ണ ഘൂർണ തതിരൂക്ഷാക്ഷം. ആ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ലൊരു ചിത്രം പട്ടേരിപ്പാട് വർണ്ണിക്കുകയാണ്. ഭാഗവത്തിൽ വർണ്ണിച്ചതിനേക്കാൾ ഒന്നുകൂടി കുറച്ചൊന്ന് ഉയർന്നു നിൽക്കും ഇവിടെ പട്ടേരിപ്പാടിൻ്റെ വർണ്ണന. തപ്തസ്വർണ്ണ സവർണ്ണ ഘൂർണ തതിരൂക്ഷാക്ഷം ചടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോജീയാത്തവേദം വപു വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദമിഷ്ട്രായുഗോഡ്ഡാമരം. തൻ്റെ ഭക്തൻ്റെ നേരെ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരാണ്ടിരിക്കാൻ വയ്യല്ലോ എന്നാണ്. തപ്തസ്വർണ്ണ സവർണ്ണ ഘൂർണ തതിരൂക്ഷാക്ഷം. തൻ്റെ ഭക്തൻ്റെ നേരെ പുറപ്പെട്ട ഹിരണ്യകശിപുവിനോടുള്ള ദേഷ്യം അതാ കണ്ണിലങ്ങനെ തിളങ്ങുകയാണ്. സ്വർണം ചുട്ടുപൊഴിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ തീ തുപ്പുന്ന കണ്ണുകൾ. തപ്തസ്വർണ്ണ സവർണ്ണ ഘൂർണ തതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കമ്പ പ്രനികുംബിതാംബരമഹോ. സിംഹം സട കൊടയ ദേഷ്യം വരുമ്പോഴാണ്. ഇങ്ങനെ സട കുടഞ്ഞും കൊണ്ട്
സടാകേസര പ്രോൽക്കമ്പ പ്രതികുംബിതാംബരമഹോ ജീയാത്ത വേദം വപും. താനൊന്ന് തല ഉയർത്തിക്കഴിഞ്ഞാൽ ഒന്ന് കുനിഞ്ഞു നിൽക്കുകയാണ് നരസിംഹം. താനൊന്ന് ഉയർന്നാൽ ആകാശം പൊട്ടിപ്പോവോ എന്ന് സംശയിച്ച് അങ്ങനെ ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നു. തൻ്റെ കുഞ്ചിരോമം കൊണ്ട് മേഘങ്ങളെ കുത്തി നോവിക്കുകയാണോ തോന്നും. വ്യാപ്തവ്യാപ്ത മഹാദരീസകമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വ. കഠാര പോലുള്ള ആ തേറ്റപ്പല്ലുകൾ, കരവാളം വലിയ വാള് പോലുള്ള ഭഗവാന്റെ ജിഹ്വ, നാവ്, അതിൻ്റെ അറ്റത്തിൽ ചോരത്തുള്ളികൾ അങ്ങനെ ഉറ്റുറ്റു വീണുണ്ട്. അങ്ങനെ ചൊകാന്നിരിക്കുന്ന നാവ്. ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വ നിർഗമദൃശ്യമാന സുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം ഉത്സർപ്പത്ബലിഭംഗഭീഷണഹനു. ഭഗവാന്റെ കീഴ്ത്താടി ഇതാണ്. ഉത്സർപ്പത്ബലിഭംഗഭീഷണഹനുഹ്രസ്വസ്ഥപീയസ്തരഗ്രീവം. കീഴ്ത്താടി ഭാഗം അട്ടഹസിക്കുന്ന സമയത്ത് പേശികളൊക്കെ അങ്ങനെ വലിഞ്ഞു മുറുകി മേൽപോട്ടങ്ങനെ ചുളിഞ്ഞു നിൽക്കുന്ന ഉത്സർപ്പത്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോഷത്തോദ്ഗതനഖക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപൂ. ഭഗവാന്റെ ആ ഭീകരമായ രൂപം. നെറ്റിയിൽ 3 ചുളിവുകൾ, ചാല് കീറിയതുപോലെ 3 ചുളിവുകൾ, നടുക്കായിട്ട് ഗോപിക്കുറി, സടാകേസരങ്ങൾ, ഭഗവാന്റെ വളഞ്ഞ പുരികം, തീ തുപ്പുന്ന കണ്ണുകൾ, പർവ്വത ഗുഹ പോലുള്ള നാസികാദ്വാരങ്ങൾ, കഠാര പോലുള്ള ദമിഷ്ട്രകൾ, കരവാളം, വലിയ വാള് പോലുള്ള ഭഗവാന്റെ നാവ്, അനവധി തൂണ് ഒതുക്കി വെച്ചതുപോലുള്ള കഴുത്ത്, അതിന് ചുറ്റും സടാകേസരങ്ങൾ അങ്ങനെ തിരമാലടിക്കുന്നു. കൂർത്തുമൂർത്തുള്ള നഖങ്ങൾ, ആയിരക്കണക്കിന് കൈകൾ, അതിലൊക്കെ ആയുധങ്ങൾ, വിധിയേറിയ മാറിടം, ഒതുങ്ങിയ വയറ്. നൂനം വിഷ്ണുഹോ അയം. ഇത് തന്നെ വിഷ്ണു, എൻ്റെ അന്ത്യം ഉറപ്പായി. ഈ ഭഗവാന്റെ കൈകൊണ്ട് തന്നെയാണ് താൻ മരിക്കുക എന്ന് ആരുറപ്പിച്ചു? ഹിരണ്യകശിപു ഉറപ്പിച്ചു. നൂനം വിഷ്ണുരയം നിഹന്മി അമുമിതി. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും പുറമേക്കത് കാണിക്കാണ്ട് ഇവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് വാളെടുത്ത് ഭഗവാന്റെ നേരെ പുറപ്പെട്ടു. ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃധാ ദോർഭ്യാം പൃഥുഭ്യാമം. ആ ഹിരണ്യകശിപുവിനെ എടുത്ത് വീരോ നിർഗളിതോധ ഖഡ്ഗഫലകൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ ഭ്രാമ്യന്തം ദ്വിജാധമം. ഈ ദ്വിജാധമൻ, ദൈത്യ ആധമൻ. എന്തിനീ അധമൻ എന്നൊക്കെ പറയണത്? ആ പ്രഹ്ലാദൻ്റെ നേരെ കാണിച്ച പരാക്രമം കണ്ടാൽ ആരാ ഇയാളെ അധമൻ എന്ന് പറയാണ്ടിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് കുറച്ച് മോശമായിട്ടുള്ള വാക്ക് ഇവിടെ മേൽപ്പത്തൂർ പ്രയോഗിക്കുകയാണ്. ഭ്രാമ്യന്തം ദ്വിജാധമം പുനരഭി പ്രോദ്ഗൃഹ്യദോർഭ്യാം ജവാത്. പേടിച്ചു പോകുന്ന ഹിരണ്യകശിപുവിനെ പിടിച്ചു വെച്ച് തൻ്റെ ആ തടിച്ചുരുണ്ട കൈകളെ കൊണ്ട് വാരിയെടുത്ത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ, തൻ്റെ മടിയിലങ്ങോട്ട് കിടത്തി. ഭാഗ്യവാനെന്ന് പറയേണ്ടി വരും. ലക്ഷ്മിദേവി മാത്രം കിടക്കുന്ന ആ മടിയിൽ ഇപ്പോൾ ഒരു പുണ്യം ചെയ്യാത്ത ഹിരണ്യകശിപു കിടന്നുവെങ്കിൽ എന്തൊക്കെയോ കുറച്ച് പുണ്യം ചെയ്തിട്ടുണ്ടാവണം. മടിയിൽ കിടത്തി. നിപാത്യ നഖരാൻ, തൻ്റെ കൂർത്തുമൂർത്തുള്ള നഖങ്ങളെ കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഹിരണ്യകശിപുവിൻ്റെ മാറ് പിളർന്നു. വക്ഷോഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം. തളച്ചു മറിയണത് പോലെ ഉള്ളുന്ന ആ രക്തം പുറമേക്ക് അങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. പായം പായം ഉദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാം. രക്തം അങ്ങനെ ഒഴുകി വരുന്നത് എടുത്തു കുടിക്കുന്നു, ഉറക്കെ അട്ടഹസിക്കുന്നു, വീണ്ടും ഗർജിക്കുന്നു, വീണ്ടും ആ രക്തം കുടിക്കുന്നു, വീണ്ടും ഗർജിക്കുന്നു. പായം പായം. വീണ്ടും വീണ്ടും ആ ഹിരണ്യകശിപുവിൻ്റെ രക്തം കുടിച്ച് ഭഗവാൻ ചുറ്റും നോക്കുന്നു. തെക്തുവാതം ഹതമാശു രക്തലഹരി സിക്തോന്നമത് വർഷ്മണി. രക്തം കുടിച്ച് ആ ഹിരണ്യകശിപുവിൻ്റെ ശവശരീരം കയ്യിലെടുത്ത് വലിച്ചെറിഞ്ഞ് ആ കൊടൽമാലെടുത്ത് കഴുത്തിലിട്ട് വനമാല പോലെ, ഹൃദയം താമര പോലെ കയ്യിലെടുത്ത് പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലീം ഛാഖാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ. ആ ശ്വാസോച്ഛ്വാസം കൊണ്ട് വേലിയേറ്റമുണ്ടാവുന്നു, കടൽ കലങ്ങുന്നു, നോട്ടം കൊണ്ട് തീഗോളങ്ങൾ പോയിട്ട് കൊട്ടാരം കത്താൻ തുടങ്ങി. ബ്രഹ്മദേവന് പരിഭ്രമായി. താൻ ഉണ്ടാക്കി വച്ച ഈ പ്രപഞ്ചം ഇദ്ദേഹം ഇപ്പം വെണ്ണീരാക്കോ എന്ന് പരിഭ്രമിച്ചു. താവൻ മാംസവപാകരാളവപുഷം
ഘോരാന്ത്രമാലാധരം, അങ്ങനെ മേലൊക്കെ മാംസക്കഷ്ണങ്ങളും ചോരയിൽ കുളിച്ചിരിക്കുന്ന മത്തഗജത്തെ അടിച്ചു കൊന്ന ആ സിംഹത്തെ ഒന്ന് ഭാവന ചെയ്യുക. അതിൻ്റെ ഒരു 10,000 ഇരട്ടി ഭീകരത ഇവിടെ ഈ നരസിംഹത്തിന് കാണാം. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരകുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ചവാസവമുഖ പ്രത്യേകമസ്തോഷത. ഇങ്ങനെ ചോരയിൽ കുളിച്ചിരിക്കുന്ന, ഗർജിച്ചും കൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് പോവാൻ ബ്രഹ്മാദി ദേവന്മാർ ഭയപ്പെട്ടു. ശർവനും വിരിഞ്ചിയും പരമശിവനും ബ്രഹ്മാവൊക്കെ വന്ന് സ്തുതിച്ചു നോക്കി. പക്ഷേ അപ്പോഴൊന്നും ഭഗവാൻ ശാന്തനായില്ല. ഭൂയോപി അക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പതയോർനമത്യപഭയേ കാരുണ്യഭാരാകുല. ആ സമയത്താണ് എല്ലാവരും ഭയന്ന് വിട്ടു നിൽക്കുമ്പം ഒരു ഉണ്ണി മാത്രം ഒരു ഭയവും ഇല്ലാതെ ഭഗവാനെ തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്നത് ബ്രഹ്മാവ് ശ്രദ്ധിച്ചത്. ശരിയാണ്, സിംഹത്തിനെ നമുക്കൊക്കെ പേടിയാണ്, പക്ഷേ സിംഹത്തിനെ സിംഹക്കുട്ടിക്ക് പേടില്ല. നമുക്കൊക്കെ ഭഗവാനെ പേടിയാവും, പക്ഷെ ഭക്തന് ഭഗവാനെ പേടില്ല. ഇവിടെ പ്രഹ്ലാദന് നരസിംഹത്തെ പേടില്ല. ഇത് എൻ്റെ ഗുരുവായൂരപ്പനല്ലേ, പഞ്ചാമര താടി വെച്ച് പറ്റിക്കാൻ നോക്കുകയാണോ എന്ന മട്ടിൽ അടുത്ത് വന്ന് താടി മാറ്റി നോക്കുകയാണ് പ്രഹ്ലാദൻ. ഈ ഉണ്ണിക്ക് സാധിക്കും ഭഗവാനെ ശാന്തനാക്കാൻ എന്ന് കരുതി ബ്രഹ്മാവ് ആ ഉണ്ണിയെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ഭഗവാന്റെ കാൽക്കൽ ആ പ്രഹ്ലാദൻ വീണ് നമസ്കരിക്കുന്നു. ഭഗവാൻ തൻ്റെ കാലിൽ ആരോ കളഭം തൊട്ടാൽ, ഗുരുവായൂർ കളഭം കാലിൽ തേച്ചാൽ അങ്ങനെ ഉണ്ടാവും. നെറ്റിൽ തൊട്ടാൽ ഒരു 10-15 മിനിറ്റിലേക്ക് വലിയൊരു തണുപ്പാണ്. ഭഗവാനൊരു കുളിർമ നോക്കിയ സമയത്ത് കാരുണ്യഭാരാകുല, ഭഗവാന് കാരുണ്യത്തിൻ്റെ ഭാരം കൊണ്ട് ഭഗവാൻ ഒന്ന് കുനിഞ്ഞു. തൻ്റെ കണ്ണിന്ന് 2 തുള്ളി കണ്ണീര് പ്രഹ്ലാദന് അഭിഷേകം. ദംഷ്ട്ര ഉൾവലിഞ്ഞു. കയ്യിലുള്ള കൂർത്തുമൂർത്ത് നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ആ അഗ്നിപർവ്വതം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പ്രഹ്ലാദൻ്റെ സ്പർശം കൊണ്ട് ഹിമാലയം പോലെ തണുത്തു. ശാന്തസ്ത്വം, ഇപ്പം ശാന്തനായി. എന്നിട്ടോ അങ്ങ് ശാന്തനായിട്ട് കരമസ്യമൂർധ്നി സമധാഹ, തൻ്റെ ആ അഭയഹസ്തം പ്രഹ്ലാദൻ്റെ ശിരസിൽ വെച്ചു. സ്തോത്രൈരഥോദ്ഗായത തസ്യാകാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ആ ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ച് തൻ്റെ അഭയഹസ്തം കൊണ്ട് തലോടി. പ്രഹ്ലാദൻ എന്നൊരു ഉണ്ണി ഉണ്ടായി ഇപ്പം നരസിംഹമൂർത്തിക്ക്. നല്ലൊരു അച്ഛനെ കിട്ടി പ്രഹ്ലാദന്. മറ്റേ അച്ഛൻ സ്വന്തം അച്ഛനാ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും എല്ലാവരുടെയും അച്ഛൻ ഈ അച്ഛനാണ് കേട്ടോ. അതാണ് ത്വമേവ മാതാ ച പിതാ ത്വമേവ. എനിക്ക് നല്ല അച്ഛനില്ല നല്ല അമ്മയില്ല പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. എല്ലാവരുടെയും അച്ഛനും അമ്മയായിട്ട് ആരുണ്ട്? ഈ നരസിംഹമൂർത്തി ഉണ്ടെന്ന് കാണിക്കുകയാണ്. ആ ഉണ്ണിയെ അഭയഹസ്തം കൊണ്ട് തലോടി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഹിരണ്യകശ്യപുവിൻ്റെ ആ ഹിരണ്യകശ്യപുവിനോടുള്ള ദേഷ്യം, പക്ഷെ തൻ്റെ ഭക്തനോടുള്ള കാരുണ്യം. പ്രഹ്ലാദൻ ആ പട്ടിൻ്റെ ഇടയിൽ കൂടെ ഭഗവാന്റെ പാദം നോക്കി, അത് കണ്ണുകൊണ്ട് കോരിക്കുടിച്ചു, ഹൃദയത്തിലെത്തിച്ചു. ഭഗവാനെ നോക്കി കേമായിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു. തസ്യാ കാമധിയോ വിതേനിധവരം. എന്താ വരം വേണ്ടു ചോദിച്ചു. എനിക്കൊരു വരവും വേണ്ട, ആരെ കണ്ടാലും ആരൊക്കെ എന്തൊക്കെ വരം വേണമെന്ന് ചോദിച്ചാലും ഒന്നും ചോദിക്കാൻ തോന്നരുതെന്നൊരു വരം തന്നേക്കൂ എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ ജയിച്ചു. ഭഗവാൻ പറഞ്ഞു, നിൻ്റെ മുന്നിൽ ഞാൻ തോറ്റു പ്രഹ്ലാദ, നീ എന്നെക്കാൾ വളവനാ. ആരും ഇങ്ങനെയൊന്നും പറയാറില്ല. ഇതാണ് നമ്മളൊക്കെ വരം കിട്ടാനാണ് തപസ്സിക്കുന്നതും അമ്പലത്തിൽ വരുന്നതൊക്കെ അത് തന്നെയാണ്. വരം കിട്ടാൻ എന്ന് പറഞ്ഞാൽ വഴിപാട് ഷിട്ടാക്കി ഫലം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. പ്രഹ്ലാദൻ അങ്ങനെയൊന്നുമില്ല. മാം പ്രലോഭയോത്പത്തിയാസക്തം, എന്നെ പ്രലോഭിപ്പിക്കരുത് ഭഗവാനെ. ഇതാണ് പ്രഹ്ലാദൻ പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ സ്തുതിച്ചത് എന്തെങ്കിലും കിട്ടാനാണെന്ന് അങ്ങ് കരുതിയോ? അങ്ങനെ എന്നെ ഒരു 2ാം ക്ലാസ് ഭക്തനായിട്ടാണ് കണക്കാക്കിയത്. കുറച്ചെന്തെങ്കിലും സ്തുതിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിപ്പോവാൻ വന്നവനായിട്ട് അങ്ങ് കണക്കാക്കിയോ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. എനിക്കൊരു വരവും വേണ്ട. ആരൊക്കെ നീ എൻ്റെ മുന്നിൽ വന്നിട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചാലും ഒന്നും വേണ്ടാന്ന് പറയാനേ തോന്നാവൂ. അങ്ങനെ ഒരു വരം തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉണ്ണിക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് നല്ല അച്ഛനും അമ്മയും. അങ്ങനെയാണ്. കുട്ടി ചോദിക്കണം എന്നില്ല, ആ കുട്ടിക്ക് വേണ്ട സമയത്ത് വേണ്ടത് കൊടുത്ത് അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിച്ചല്ലേ. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ. ഗുരുവായൂരപ്പ, ആ പ്രഹ്ലാദൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ചപ്പോഴേക്കും അങ്ങയുടെ ശരിക്കുള്ള ഭാവം പ്രകടമായില്ലേ. എത്ര നേരം അഭിനയിക്കാൻ പറ്റും? അപ്പോൾ ഇതൊക്കെ ഒറിജിനലല്ല, അഭിനയിച്ചതാണ്. അല്ലാതെ ഗുരുവായൂരപ്പന്
അത്യന്തശുദ്ധാകൃതി. അത്യന്തശുദ്ധാകൃതിക്ക് രൗദ്രോ ഇല്ല. ദേഷ്യമൊന്നും ഗുരുവായൂരപ്പന് ഒരിക്കലും ഇല്ല. അതങ്ങനെ അഭിനയിച്ചു, കുറേ കഷ്ടപ്പെട്ട് അഭിനയിച്ചു. പക്ഷേ പ്രഹ്ലാദം എടുത്തു വന്നപ്പം പഴയതുപോലെ തന്നെ അഭിനയിക്കാൻ പറ്റുന്നില്ല. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താതൃന്നിഖിലോത്തരം പുനരഹോ കസ്തുവാം പരോലംഘയേത് പ്രഹ്ലാദപ്രിയ, അല്ലെങ്കിൽ പട്ടേരിപ്രിയ, അത് ഉള്ളിൽ വെക്കുകയാണ് അദ്ദേഹം. ഹേ മരുത്പുരപതേ സർവാമയാത് പാഹിമാം. ആ പ്രഹ്ലാദനോട് കാണിക്കുന്ന പ്രിയം കുറച്ചൊക്കെ ഈ ഭട്ടതിരിയോടും അങ്ങ് കാണിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. പിന്നീട് 26-ാം ദശകത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ. ഇനി ഞാൻ ഒരു ആനയുടെ കഥ പറയാം ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കഥ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഭാഗവതത്തിൽ ധർമ്മത്തെ പറ്റിയൊക്കെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ധർമ്മത്തെ പറ്റി വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഭഗവാനൊക്കെ അറിയാലോ. അതുകൊണ്ട് അങ്ങനെയല്ല, കഥകളൊക്കെ ഒന്ന് സ്മരിച്ച് ഭക്തിയോടുകൂടി ഇരിക്കുക, അതാണ് ഭട്ടതിരിയുടെ ഉദ്ദേശം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കഥാചിത്. ഇന്ദ്രദ്യുമ്നൻ എന്ന പേരായിട്ടൊരു രാജാവ്, പാണ്ഡ്യരാജാവാണ്, വലിയ ഭക്തനാണ് അങ്ങയുടെ. അങ്ങനെ അദ്ദേഹം അങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങയെ. ത്വത്സേവായ മഗ്നദീഹി ആലുലോകേ നൈവാഗസ്ത്യം. അങ്ങയെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ അഗസ്ത്യൻ വരുന്ന സമയത്ത് കണ്ടില്ല. കാണായല്ല, കണ്ടിട്ടുണ്ട്. പക്ഷേ ഭഗവാനെ സേവിക്കായതുകൊണ്ട് അദ്ദേഹം വേണ്ടതുപോലെ സ്വീകരിച്ചില്ല. മൗനം വ്രതാണ്, വിഷ്ണു പൂജ എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുകയാണ്. തെറ്റൊന്നുമില്ല, അങ്ങനെയൊക്കെ മിണ്ടാണ്ടിരിക്കുക നല്ലത് തന്നെയാണ്. ഈ മിണ്ടിയിട്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. മിണ്ടാണ്ടിരുന്ന ആശ്വാസമാണ്. പക്ഷേ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഗുരുനാഥൻ വന്നാൽ മിണ്ടിച്ച് കുഴപ്പമൊന്നുമില്ല. കണ്ട അടക്കോടനോടൊന്നും മിണ്ടരുത്, പക്ഷേ ഗുരുനാഥനെ കണ്ടാൽ മിണ്ടണം. ഇരിക്കൂട്ടോ, കാപ്പി കുടിക്കാം, എന്തെങ്കിലും ഒന്ന് പറയാം, അതൊക്കെ വേണ്ട, അതൊക്കെ ഒരു മര്യാദയാണ്. പക്ഷെ അത് തോന്നിയില്ല. നല്ലോണം നോക്കി അഗസ്ത്യന് മനസ്സിലായി. എന്താ വെച്ചാൽ വേണ്ട സമയത്ത് വേണ്ടത് തോന്നണില്ലെങ്കിൽ ഔചിത്യം അദ്ദേഹത്തിനില്ല. ഇത്രയൊക്കെ ശാസ്ത്രം പഠിച്ചിട്ടും തൻ്റെ ഉപദേശം കിട്ടിയിട്ടും എന്താ വേണ്ടത് തോന്നാത്തത് എന്ന് പറഞ്ഞ അർത്ഥം ഉള്ളിലെവിടെയോ എന്തുണ്ട്, ഉള്ളിലെവിടെയോ ലേശ അഹന്ത കിടക്കുന്നുണ്ട്. ആൾ അപകടക്കാരനെന്നല്ല, കുറേയൊക്കെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, വലിയ വേദാന്തിയാണ്. അതൊക്കെ ആ സ്തുതി കേട്ടാൽ മനസ്സിലാവില്ല. നമുക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് ശോഭിക്കാത്തത് എന്താ വെച്ചാൽ അഹന്ത കുറച്ചുള്ളിൽ എവിടെയോ ഉണ്ട്. മതമുള്ളത് ആനയ്ക്കല്ലേ, ആനയാവട്ടെ എന്നാര് ശപിച്ചു, അദ്ദേഹം ശപിക്കുകയുണ്ടായത്. അങ്ങനെ കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി. ഒന്നും മിണ്ടാണ്ട് അങ്ങനെ മുഖം മൂർപ്പിച്ചിരിക്കണ താൻ കണ്ട ഏറെക്കുറെ ഒരു ആനയെ പോലെ ഉണ്ട്. ആനയാവട്ടെ എന്ന് പറയുമ്പോഴേക്കും മൂക്കം കണ്ട് നീളാൻ തുടങ്ങി, ചെവി അങ്ങോട്ട് വലുതായി. അങ്ങനെ അങ്ങോട്ട് അദ്ദേഹം ഹസ്തിഭൂയം ഭജേതി. ഇനി അഗസ്ത്യനോട് ദേഷ്യം തോന്നണ്ട. ചിലതിനൊക്കെ അപകടമായിട്ട് വിചാരിക്കും. അദ്ദേഹം ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് ഗുരുനാഥൻ വന്ന് ശപിക്കുകയും ഗുരുനാഥൻ അദ്ദേഹത്തിന് മൈൻഡ് ചെയ്തിട്ട് വിഷമമായി. എന്നാൽ ഗുരുനാഥനല്ല. അങ്ങനെ ഒരു ജ്ഞാനിക്കൊരിക്കലും അങ്ങനെ മൈൻഡ് ചെയ്തില്ല വെച്ചാൽ വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരാൾ മൈൻഡ് ചെയ്തില്ല, എന്താ ഇപ്പം മൈൻഡ് ചെയ്ത് വെച്ചാൽ വലിയ സന്തോഷമില്ല, അത്രയേ ഉള്ളൂ. രണ്ടായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചത് വിഷയമല്ല. പക്ഷെ തൻ്റെ ശിഷ്യൻ വകതിരിവില്ലാണ്ടിരിക്കുന്നുവല്ലോ എന്നുള്ളൊരു വിഷമമുള്ളവരുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല, അതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വിഷ്ണു പൂജ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കണം? അതിന് ന്യായം തന്നെ പറയും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗുരുനാഥനും ഈശ്വരനും ശരിക്കും രണ്ടല്ല. ഗുരുവിൻ്റെ പാദവും ഭഗവാന്റെ പാദവും ഒന്നാണെന്ന് ഇനി ഭാഗവതം അവസാനം പറയുന്നുണ്ട്. തസ്മാത് ഗുരും പ്രപദ്യേത. നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കണം. ആ ഗുരുനാഥൻ്റെ പാദവും ഭഗവാന്റെ പാദവും രണ്ടല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ആശ്രയിച്ചാൽ അദ്ദേഹം ഭാഗവതം പഠിപ്പിക്കും. അത് കേട്ട് മനസ്സിലാക്കിയാൽ പിന്നെ വേറൊന്നിനെ നിന്ദിക്കാണ്ടിരിക്കണം. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാം അന്യത്ര ചാവിഹി. ഇങ്ങനെ വിനയത്തോടു കൂടിയാണ് ഒരു സാധകൻ കഴിയേണ്ടത് എന്നൊക്കെ അവിടെ കാണാം. ഇവിടെ ഭഗവാനെ സേവിക്കുന്നു പറഞ്ഞ് ഗുരുനാഥനെ നിന്ദിച്ചു. താളവൃന്ദേന കിങ്കാര്യം സംപ്രാപ്തേ മലയാണിലെ അടിക്കുമ്പം മന്ദമാരുതൻ വീശുമ്പം പിന്നെ വിശറി കൊണ്ട് വീശണ്ട. അത് ശരിയല്ല. വിശറി കൊണ്ട് വീശണം എത്ര വരെ? കാറ്റടിക്കും വരെ. ഫാൻ ഇടുന്നത് വരെ വിശറി കൊണ്ട് വീശുക. ഫാൻ ഇട്ടാൽ പിന്നെ എന്ത് ചെയ്യണ്ട? പിന്നെയും വിശറി കൊണ്ട് വീശി കൈ കുഴയുന്നല്ലാതെ എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഫാനുണ്ട്. ഗുരുനാഥൻ വന്നാൽ പിന്നെ ഭഗവാനെ ഭജിക്കേണ്ട കാര്യമില്ല. ഭഗവാനെ ഭജിച്ചതിൻ്റെ ഫലമാണ് ആ ഗുരുനാഥൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അത് കയറി വരുമ്പോഴും പിന്നെയും ഗുരുവായൂരിലെത്തിയാൽ ഇറങ്ങണം, വേണ്ടേ? എന്നാലും ഗുരുവായൂരിലേക്ക് എത്താൻ സഹായിച്ച കാറാത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല പറഞ്ഞാലോ, അതതിലും വലുത്. എന്നാലും ഇവിടെ വരെ എത്താൻ സഹായിച്ച കാറല്ലേ, അതുകൊണ്ട് ഞാൻ അതിലിരിക്കുക. അത് പറ്റില്ല, ഗുരുവായൂരപ്പനാണ് മുഖ്യം. അതാ പ്രശ്നം. പണ്ട് കബീർദാസ് പറഞ്ഞു അത്രേ, ഗുരുവും ഗോവിന്ദനും ഒരുമിച്ച് വന്നാൽ ഞാൻ
ഗുരുവിനെ ആദ്യം നമസ്കരിക്കും, പിന്നെ സമയമുണ്ടെങ്കിൽ ഗോവിന്ദനെ. അതെന്താ അങ്ങനെ ചോദിച്ചു? ഗോവിന്ദൻ തന്നെയാണ് പ്രധാനം, അല്ലാന്നല്ല. പക്ഷേ ആ പ്രധാനമാണ് ഗോവിന്ദൻ എന്നും ഗോവിന്ദൻ ആരെന്ന് ഞാൻ മനസ്സിലാക്കിയതും ആരുള്ളത് കൊണ്ടാണ്? ഗുരുനാഥനുള്ളത് കൊണ്ട്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സംഗതി ഒന്നും മനസ്സിലാവില്ല, ഇതൊന്നും അറിയാണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മുഖ്യം ഗുരുനാഥനാണ്. അതിപ്പം ഇവിടെ സംഭവിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ശിഷ്യൻ്റെ ഉള്ളിലുള്ള അഹന്ത നീങ്ങാൻ വേണ്ടി ശപിച്ചു ആണ്, അതല്ലാതെ നശിക്കാൻ വേണ്ടിയിട്ടല്ല. നശിക്കാനായിരുന്നെങ്കിൽ എന്താ ശപിക്കാന്നറിയോ? ഞാൻ പഠിപ്പിച്ച വിദ്യ ശോഭിക്കാണ്ട പോട്ടെ, എന്താണ് അതാ അത് ശോഭിച്ചു ഇല്ല. ആനയാവട്ടെ ശപിച്ചിട്ടുള്ളൂ. ഈ വിദ്യ ശോഭിക്കുന്നുണ്ട്, ആനയായിട്ട് ആര് സ്തുതിക്കുന്നുണ്ട്? നമ്മൾ മനുഷ്യനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് ഇയാൾ ആനയായിട്ടിരിക്കുമ്പോഴും അദ്ദേഹം നമസ്യേ എന്ന് പറയുകയുമായിട്ട് ഭഗവാൻ ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അറിവിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ദുഗ്ധാംബോധേ മധ്യഭാജിത്രികൂടെ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്തിയ തദ്ഭക്താനാം കുത്രനോത്കർഷലാഭ. ആനയായപ്പോഴും അദ്ദേഹം എവിടെയാ? ത്രികൂടപർവ്വതത്തിൽ, അവിടെ ഋതുമത്ത് എന്ന് പേരായിട്ടുള്ള ഉദ്യാനത്തിൽ, മനോഹരമായൊരു കാടാണ് അവിടെ. ആ കാട്ടിൽ സർവാൻ ജന്തൂന് അത്യവർത്തിഷ്ടശക്തിയ, അവിടെയുള്ള മറ്റു മൃഗങ്ങളെയൊക്കെ അതിവർത്തിച്ചും കൊണ്ട്, സിംഹം, പുലി മുതലായിട്ടുള്ള ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ട്. സാധാരണ കാട്ടിലെ രാജാവ് ആരാ ചോദിച്ചാൽ നമ്മൾ പറയുക അവിടെ ലക്ഷണമൊന്നുമില്ല, എന്നാലും നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ സിംഹാസനമൊന്നുമില്ല, ഇരുത്തി അഭിഷേകം ചെയ്യണമൊന്നുമില്ല. എന്നാലും നമ്മൾ പറയും കാട്ടിലെ സിംഹത്തിനിപ്പോൾ നിശ്ചയം ഉണ്ടാവുന്നില്ല, നമ്മളിത് പറയാമെന്നല്ലാതെ കാട്ടിലെ രാജാവ് സിംഹം എന്നാ പറയാറെങ്കിൽ തെറ്റി. ഈ ആന വന്നതിന് ശേഷം ആനയായി രാജാവ്, കാട്ടിലെ രാജാവ് ഇപ്പം ഈ ഗജേന്ദ്രനാണ്. അതാണ് ജന്തൂനത്യവർത്തിഷ്ടശക്തിയ സർവാൻ ജന്തൂൻ, എല്ലാ ജന്തുക്കളെയും അതിവർത്തിച്ചും കൊണ്ട് എല്ലാ ജന്തുക്കളുടെയും ലീഡറായി ഈ ഗജേന്ദ്രൻ മാറി. അതെങ്ങനെയത്? അയാളുടെ സാമർഥ്യം കൊണ്ടാണോ? അല്ലല്ല, അങ്ങനെ ലീഡറാവാനുള്ള ആഗ്രഹമൊന്നും ഭക്തന്മാർക്ക് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ? ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭ, അങ്ങയുടെ ഭക്തനല്ലേ, അയാൾക്ക് വീഴ്ച സംഭവിക്കുമോ? അഥവാ വീണു വെച്ചാൽ അങ്ങയുടെ മടിക്കല്ലേ വീഴുള്ളൂ. ആനയായപ്പോഴോ ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ രാജാവായി മാറി. എന്താ കാരണം? അങ്ങയുടെ ഭക്തനായതുകൊണ്ട്. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയെങ്കിലും ഉത്കർഷം ഇല്ലാണ്ടിരിക്കുമോ? അവരെവിടെ എത്തിച്ച് അവിടുത്തെ ലീഡറായിട്ട് മാറും. അത് അവരായിട്ട് ശ്രമിക്കുന്നതല്ല, അവിടെ പ്രകൃതി അങ്ങനെ ആക്കും എന്നർത്ഥം. സ്വേനസ്ഥേംന ദിവ്യദേശത്വശക്തിയ സോയം ഖേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തസരസ്യാം യൂഥൈ സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ. അങ്ങനെ ഇരിക്കെ വരൾച്ച വന്നു, കുടിക്കാനും കഴിക്കാനൊന്നും ഒന്നുമില്ല, വലിയ പ്രയാസം. പിടിയാനകളും കുട്ടിയാനകളൊക്കെ വന്ന് പരാതി പറഞ്ഞു. താനാണല്ലോ ഈ ആനകളുടെ നേതാവ്, മൃഗങ്ങളുടെ നേതാവ്, ഇവരുടെ വിഷമം തീർക്കേണ്ട ചുമതല തനിക്കുണ്ടല്ലോ എന്നൊക്കെ ഒരു ഗൃഹസ്ഥൻ ചിന്തിക്കുന്നത് പോലെ ഭാര്യയും മക്കളെ നോക്കുന്നത് ആരാ? ഞാനില്ലെങ്കിൽ അവർ കഴിയൊക്കെ ചെയ്യും. അല്ല, അങ്ങനെയല്ല, ഒന്ന് വിചാരിക്കുക, ഞാൻ എന്നല്ലേ. ഇതേപോലെ ഞാനില്ലെങ്കിൽ അവരെ കാര്യം കഷ്ടമാണ് എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് അടുത്ത് എവിടെയെങ്കിലും ജലമുണ്ടോ അന്വേഷിച്ചു. ദൂരത്തായിട്ട് താമരയുടെ ഗന്ധം, താമര തടാകം ഉണ്ടെന്ന് മനസ്സിലാക്കി ചെന്നു. അവിടെ എത്തി താമര തടാകം കണ്ടു. തൻ്റെ പിടിയാനകളോടും കുട്ടിയാനകളോടൊക്കെ പറഞ്ഞു, ഇറങ്ങിക്കോളൂ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ, പേടിക്കാനൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ അവരൊക്കെ ഇറങ്ങി. ധാരാളം വെള്ളം കുടിച്ചു, താമരത്തണ്ട് പൊട്ടിച്ച് കഴിച്ചു. വെള്ളം കുടിച്ച ദാഹം മാറി, താമരത്തണ്ട് പൊട്ടിച്ച് കഴിച്ചു, വിശപ്പ് മാറി. വിശപ്പ് മാറാനും ദാഹം മാറാനാണ് ഇറങ്ങിയതെങ്കിലും വിശപ്പും ദാഹവും മാറിയിട്ടും കരയ്ക്ക് കയറിയില്ല. ഇങ്ങനൊരു തെറ്റ് ആര് ചെയ്തു? ആ ഗജേന്ദ്രൻ ചെയ്തു. നമ്മളാ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മനുഷ്യനായിട്ട് ജനിച്ചത് ദാഹവും വിശപ്പും മാറാനാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഭാഗവത്തിലേക്ക് തിരിയണം. അത് തിരിയില്ല. പിന്നെ അവിടെ അങ്ങനെ വീട്ടിൽ തന്നെ പരദൂഷണം പറഞ്ഞിരുന്നാൽ അതാണ് കലക്കുക എന്ന് പറഞ്ഞാൽ. തടാകം കലക്കിയാൽ അവരനെ പിടിച്ച് പുറത്തിടും. അതാണ് ബുദ്ധിമുട്ട്. കുറച്ചും കണ്ട് കഴിഞ്ഞു. കലക്കിയ സമയത്ത് എന്ത് പറ്റിച്ചാൽ ഹൂ താവത്, പണ്ട് ഹൂ എന്ന് പേരായിട്ടുള്ളൊരു ഗന്ധർവൻ, പണ്ട് ദേവല മഹർഷി തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം നീന്തിപ്പോയിട്ട് കാല് പിടിച്ച് വലിക്കും. അത് കണ്ട് ചിരിക്കാൻ കുറേ സ്ത്രീകൾ. അവർ ചിരിക്കുമ്പോൾ വീണ്ടും ഉത്സാഹം, വീണ്ടും പോയിട്ട് മഹർഷിയുടെ, അവർ ചിരിക്കാൻ വേണ്ടി മഹർഷിയുടെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ട്, വേറെ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പോരെ. അതില്ല. അദ്ദേഹം വന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കേമനാവാനും മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടി പാവങ്ങളെ പരിഹസിച്ചാൽ ഉണ്ടാവുന്ന വിഷമാണ് ഈ പറയുന്നത്. മഹാത്മാക്കളെ നിന്ദിക്കാൻ പോകരുതേ എന്നർത്ഥം. ചെന്ന് വീണ്ടും കാല് പിടിച്ച് വലിച്ചപ്പോൾ അദ്ദേഹം ശപിച്ചു. തനിക്കിങ്ങനെ കാല് പിടിക്കാനാണ് മോഹമെങ്കിൽ എന്തിനാ ഇങ്ങനെ ഗന്ധർവനാവണത്, മുതലേ പോലെ. അത്രയേ ഉള്ളൂ. ശാപം എന്ന് പറഞ്ഞ സൗകര്യം, അയാൾക്കിപ്പോൾ തന്നെ താല്പര്യം. എന്നാൽ പിന്നെ അങ്ങനെ പോരുത്, മനുഷ്യനാവണോ അല്ലെങ്കിൽ ഗന്ധർവനാവണോ? അത്രയേ ഉള്ളൂ. നമ്മളിപ്പം ചെയ്യണത് മനുഷ്യരുമ്പം കിട്ടിയിട്ടും
മൃഗങ്ങളൊക്കെ ചെയ്യണ കാര്യം തന്നെയാണെങ്കിൽ ഉറപ്പാണ് അടുത്ത ജന്മത്തിൽ നല്ലൊരു കണ്ടാമൃഗമായിട്ടോ അല്ലെങ്കിൽ, കാരണം ആ ഒരു ജോലി തന്നെ ചെയ്യണുള്ളൂ എങ്കിൽ പിന്നെ കാര്യമില്ല. അതിനെ മറിച്ച് നാരായണീയം വായിക്കാൻ, ഭാഗവതമൊക്കെ വായിക്കുക, അത് മറ്റു ജന്തുക്കൾ ചെയ്യണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് വായിക്കാൻ പാകത്തിന്, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ളത് തന്നെ കിട്ടും. അതാണ്, അത് സൗകര്യത്തിന് കൊടുക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഹൂഹുഹൂത്താവത് ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന. അങ്ങനെ ഹൂഹു എന്ന് പേരായിട്ടുള്ള ഗന്ധർവൻ ദേവലമഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് ആ ജലത്തിൽ കഴിയുന്നുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ആര് വന്നത്? ഈ ഗജേന്ദ്രൻ വന്നു. ജഗ്രാഹീനം ഹസ്തിനം പാദദേശേ. നാരായണാന്ന് ജപിച്ചും കൊണ്ടാണ് ആ ഗജേന്ദ്രൻ കാലെടുത്ത് വയ്ക്കുന്നത്. പിടിയാനകളെയും കുട്ടിയാനകളെയും കണ്ടുവെങ്കിലും അവരൊന്നും നാരായണ ജപിക്കുന്നില്ല. അതുകൊണ്ട് നേരെ ഈ മുതല പോയി ആരുടെ കാല് പിടിച്ചു? ഈ ഭക്തൻ്റെ പാദത്തെ ആശ്രയിച്ചു. ദേവലമഹർഷി പറഞ്ഞിട്ടുണ്ട്, നേരെയാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഒരു ഭക്തൻ്റെ പാദം പിടിക്കുക. മുതല ഈ ഹൂഹു ചോദിച്ചു, ഞാനിപ്പം ഭക്തൻ്റെ കാല് പിടിക്കലുണ്ടായത് അത് നേരെയാവണമെന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ, ആ പെണ്ണുങ്ങളെ ചിരിപ്പിക്കാനല്ലേ. ജോലിയൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പം താൻ കാല് വാരിയ ഉണ്ടായത്, ഇനി ഒരു ഭക്തൻ്റെ കാല് ആശ്രയിക്കുക. ഭാവം വ്യത്യാസമുണ്ട്. നേരത്തെ തമാശയായിട്ടാണെങ്കിൽ ഇപ്പോൾ ഗൗരവത്തിൽ ഭക്തിയോടുകൂടി ഇതല്ലാണ്ട് വേറൊരു ഒരു സംഗതി ഇല്ല ഞാൻ നേരെയാവാൻ. ആ മട്ടിൽ അന്യഥാ ശരണം നാസ്തി ത്വമേക ശരണം മമ. അങ്ങ് മാത്രം ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന. ആ ഒരു ഭാവത്തിൽ വേണം. അത് മനസ്സിലാക്കി ഗജേന്ദ്രനെ കണ്ടതും അത് ഭക്തനാണെന്ന് അറിഞ്ഞ് മുതല ചെന്ന് അതിന് കൈകൊണ്ട് പിടിക്കാൻ പറ്റും, ചെറിയ കൈയല്ലേ, അതുകൊണ്ട് പല്ലുകൊണ്ട് മുറുക്കി പിടിച്ചു. ശാന്ത്യർത്ഥം ഹി ശ്രാന്തിതോസി സ്വഗാനം. ശാന്തി ആഗ്രഹിച്ചും കൊണ്ട് നേരെ ആവണമെന്ന് ആഗ്രഹിച്ച് ആ ഗജേന്ദ്രൻ എന്ന ഭക്തൻ്റെ പാദം മുതല പിടിച്ചു. ത്വത്സേവായ വൈഭവാദു നിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പതൈകാഗ്രസിദ്ധൈ നക്രാക്രാന്തം ഹസ്തിവര്യം യഥാസ്ത്വം. അങ്ങനെ പിടിവലി കുറച്ച് കാലം അങ്ങനെ നീണ്ടു. തൻ്റെ കാലിലെന്തോ കടിച്ചു എന്നുള്ള കാര്യം തൻ്റെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞെങ്കിലും അവർക്കാർക്കും രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിലും പറ്റില്ല എന്ന് പറയണില്ല, കുറേയൊക്കെ അവർ ശ്രമിക്കും. അവരെ കുറ്റല്ലത്. നമുക്ക് വേദന ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആശ്വസിപ്പിക്കാൻ പറ്റും, അത്രേ പറ്റുള്ളൂ. നല്ല ഡോക്ടറെ കാണിക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് തരൂ, ഞാൻ എടുക്കാൻ പറയാൻ പറ്റും. തലവേദന കുറച്ച് നേരം ഞാൻ സഹിക്കാം. ഭാര്യ പറയാണ്, അരമണിക്കൂർ ഞാൻ സഹിച്ചോളാം. അങ്ങനെ കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല, താൻ തന്നെ സഹിക്കണം. പിന്നെ അടുത്ത് വന്ന് ഞാൻ ഉണ്ടിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആശ്വാസമൊക്കെ തന്നെയാണ്, അല്ല പറയണില്ല. ഞാൻ ഉണ്ടിട്ടോ, മൊബൈൽ നോക്കി അവിടെ ഇരിക്കുക, അല്ല ഞാനുണ്ട്, വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല. ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവുമെന്നല്ലാതെ ദുഃഖം അവനവൻ സഹിക്കണ്ടേ. തൻ്റെ പിടിയാനകളും കുട്ടിയാനകളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഗജേന്ദ്രന് മനസ്സിലായി ഇവരൊക്കെ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്നിങ്ങനെ കാണിക്കുക എന്നല്ലാണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾ നോക്കണുണ്ട് എന്നിങ്ങനെ കാണിക്കുക എന്നല്ലാണ്ട് ഇവർക്കാർക്കും തന്നെ രക്ഷിക്കണം എന്നുള്ളൊരു വിചാരമൊന്നുമില്ല. നാട്ടുകാർ പറയാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണുണ്ട്, എന്തെങ്കിലുമൊക്കെ കുറച്ച് നോക്കണുണ്ട്, ഇത്രയേ ഉള്ളൂ അല്ലേ. മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ ഇവരെയും കാത്തു നിന്നിട്ട് നേരം കളയണ്ട. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി. താൻ പണ്ട് പഠിച്ച ശാസ്ത്രം അത് സമയമായപ്പോൾ ഓർമ്മ വന്നു. അതിനെന്താ വിളിക്കേണ്ടത്? അത് ഗുരുനാഥൻ്റെ കാരുണ്യമാണ്, ഗുരുത്വം. ഈ സമയത്തെന്തോ ഓർമ്മ വന്നു? താൻ പണ്ട് പഠിച്ച ശാസ്ത്രം ഓർമ്മ വന്നില്ല, തൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ച മന്ത്രങ്ങളൊക്കെ ഓർമ്മ വന്നു. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി. ദുഃഖത്തിൽ അങ്ങനെ ആണ്ടുപോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, യക്കശ്ചനേശോ ബലിനോന്തകോരകാത് പ്രചണ്ഡവേഗാദപിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതിയത് ഭയാത് മൃത്യുപ്രധാവത്യരണം തമീമഹി. ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഏതൊരു മഹാശക്തിയുടെ സങ്കല്പം കൊണ്ടാണോ ഞാൻ ആനയായിട്ട് ഇവിടെ ഈ തടാകത്തിൽ വന്നു പെട്ടത്? ഇതൊന്നും ഞാൻ കണക്കാക്കിയതല്ല. ഇങ്ങനെ പുറപ്പെട്ടു വരണമെന്നോ ഇവിടേക്ക് ഇറങ്ങണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയും പിടിയാനുകൾ ഇറങ്ങിയിട്ട് അവരുടെ കാലിലൊന്നും കടിക്കാണ്ട് ഈ മുതല കൃത്യം എൻ്റെ കാലിൽ വന്ന് കടിച്ചുവെങ്കിൽ ഇതൊക്കെ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ സംവിധായകൻ ആരാ? അയാളെ ഞാൻ നമസ്കരിക്കുകയാണ്. ശുണ്ടോത്ക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ. തൻ്റെ തുമ്പിക്കൈ കൊണ്ട് താമര എടുത്ത് ആ തടാകത്തിലുള്ള താമര ഓരോന്നോരോന്നായിട്ട് എടുത്ത് അങ്ങനെ അർച്ചിക്കുകയാണ്. ഭാഗവത്തിൽ അങ്ങനെ പറയണില്ല, ഒരു താമര അത്രയേ ഉള്ളൂ. മേൽപ്പത്തൂർ പിന്നെ കുറച്ചൊക്കെ തൻ്റെ വക ഓരോരോ സ്തോത്രം ചൊല്ലി ഓരോ ശ്ലോകത്തിന് ഓരോ താമര എന്നുള്ള മട്ടിൽ അങ്ങനെ അർച്ചിക്കുകയാണ്. ശുണ്ടോത്ക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ. താൻ പഠിച്ച ശാസ്ത്രം ആ ശ്ലോകം ഒക്കെ ചൊല്ലിക്കൊണ്ട് ആ താമര എടുത്ത് തൻ്റെ ഹൃദയമാണ് ഭഗവാൻ, ഇത് വെറും താമരയല്ല കേട്ടോ എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭഗവാന്റെ നേരെ അങ്ങനെ സമർപ്പിക്കുകയാണ്.
പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. ഇതാണ് ഈ ഒരു സ്തോത്രത്തിൻ്റെ മഹത്വം. മേൽപ്പത്തൂർ മറ്റുള്ള സ്തോത്രങ്ങളെയൊന്നും ഇങ്ങനെ സ്തോത്രശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടില്ല. ഭീഷ്മരുടെ സ്തുതിയുണ്ട്, കുന്തിദേവിയുടെ സ്തുതിയുണ്ട്, മറ്റ് പല സ്തുതികളും ഭാഗവത്തിലുണ്ടെങ്കിലും എന്തോ മേൽപ്പത്തൂർ പറയണു ഈ ഒരു സ്തോത്രം തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. കാരണം ഫലശ്രുതി പറയണ ഒരു സ്തുതി അത് ഭാഗവത്തിൽ കുറേ ഉണ്ട്. പക്ഷെ ഭഗവാൻ ഫലശ്രുതി പറയണ സ്തുതി അത് തന്നെയുള്ളൂ. അതിൽ ഫലശ്രുതി പറയുന്നത് ഭഗവാനാണ്. ഗജേന്ദ്രനെ മോക്ഷം കൊടുത്ത് അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് വിഷ്ണു ഭഗവാനും ഗജേന്ദ്രനും കൂടി പോകുന്ന സമയത്ത് പറയാണ് ഈ ഒരു ശ്ലോകം, ഈ സ്തോത്രം ഇനിയിപ്പോൾ ആരെങ്കിലും ജപിച്ചാൽ, ഇനി സ്തോത്രമാവണ്ട, ഇനി ഈ ഒരു കഥ ഓർത്താൽ കേട്ടാൽ അതൊന്നും വേണ്ട, ഗജേന്ദ്രനോ താമരാന്നോ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും തടാകന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്മരിച്ചാൽ ഇനിയിപ്പോൾ അവർ ഭാവിയിൽ എന്നെ മറന്നാലും ഞാൻ അവരെ ഓർമ്മിപ്പിക്കും കേട്ടോ, എന്നിട്ട് തനിക്ക് തന്നതുപോലെ ഗതി ഞാൻ അവർക്കും കൊടുക്കും എന്ന് ഭഗവാൻ ഫലശ്രുതി പറയുന്നുണ്ട്. അതുകൊണ്ടും സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈ നാഹമിത്യപ്രയാതേ. ആ ഗജേന്ദ്രൻ്റെ സ്തോത്രം കേട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ രക്ഷിക്കാൻ പോവാതിരുന്നു. കാരണം അവർക്ക് രക്ഷിക്കാനുള്ള അർഹതയില്ല. നമ്മളിപ്പം വേറൊരാളെ രക്ഷിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളെ കാര്യം തന്നെ കഷ്ടമാണ്. അങ്ങനെ ഉള്ളപ്പം എങ്ങനെയാണ് വേറൊരാളെ താനിക്ക് ഉണ്ണാനില്ല, വേറൊരാളെങ്ങനെ കൂട്ടും? ബ്രഹ്മാദി ദേവന്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ കേമന്മാരാ തോന്നും. ഇവിടെയുള്ള ഐശ്വര്യമുള്ളവരെയാണ് ബ്രഹ്മാദി ദേവന്മാർ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്. ധാരാളം കാശുള്ള വലിയ ബംഗ്ലാവുള്ളവരെ പറ്റി പറയണത്, നല്ല സൗന്ദര്യമുള്ളവരൊക്കെ. അവർക്കൊക്കെ ശാന്തി ഉണ്ടെന്ന് ആര് പറഞ്ഞു? അവരൊക്കെ ദുഃഖിക്കുന്നുണ്ട്. ഇവിടെയുള്ള ദേവന്മാരൊക്കെ ദുഃഖിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ ഗജേന്ദ്രൻ്റെ കെട്ട് പൊട്ടിക്കാൻ സാധിക്കില്ല. കാരണം അതിലും വലിയ കെട്ട് അവരെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ മനസ്സിലാക്കി അവരുടെ കെട്ടഴിയണമെങ്കിൽ ഗജേന്ദ്രൻ സ്തുതിച്ച സ്തുതി ഏറ്റുചൊല്ലിയാൽ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വരുന്ന ആ പരബ്രഹ്മം നമ്മളുടെ കെട്ടും കൂടി പൊട്ടിക്കും. അതുകൊണ്ട് ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരോട് പറഞ്ഞു, നമുക്ക് ഗജേന്ദ്രൻ ചൊല്ലിടത് എന്ത് ചെയ്യുക, കൂടെ അങ്ങനെ ഏറ്റുചൊല്ലാം, അങ്ങനെ വെച്ചാൽ നമ്മുടെ പ്രശ്നം കൂടി തീർന്നോളും എന്ന് പറഞ്ഞ് അവരൊക്കെ അത് ഏറ്റുചൊല്ലുണ്ടായത്. ബ്രഹ്മേശാദ്യൈഹി നാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത്. ഇനിയും ആണ്ടുപോയാൽ പറ്റില്ല എന്ന് ഭഗവാൻ തീരുമാനിക്കും. ബ്രഹ്മാവ് രക്ഷിക്കാൻ പോയില്ലേ, മഹാദേവനും പോയില്ലേ, ദേവന്മാരൊന്നും പോയില്ലേ? തൻ്റെ ഭക്തൻ അങ്ങനെ വിളിച്ച് പറയുമ്പം എന്നാൽ ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞു ഇല്ലില്ല. ഈ സ്തോത്രത്തിൽ എവിടെ ഇല്ലേ ഒന്നും പറയില്ല. നാരായണൻ എന്ന് പറഞ്ഞോ, അത് അവസാനമാണ്. അത് താമര ഗജേന്ദ്രനെ രക്ഷിച്ച സമയത്താണ് ഗജേന്ദ്രൻ നാരായണ എന്നൊക്കെ വിളിച്ചത്. അതിൻ്റെ മുന്നൊന്നും നാരായണനും ശിവനും വാസുദേവനും ഒന്നുമില്ല, ഗണപതി സുബ്രഹ്മണ്യൻ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് അത് പറയാൻ പറ്റില്ല, നാവ് കൊണ്ട് പറയാൻ പറ്റില്ല. നമോ ഗിരാം വിദൂരായ. മനസ്സുകൊണ്ട് കാണാൻ സാധിക്കില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, നാവ് കൊണ്ട് പറയാൻ പറ്റില്ല. സ്ത്രീയല്ല, ഷണ്ടനല്ല, പുരുഷനല്ല, നപുംസകമല്ല. നസ്ത്രീണ ഷണ്ടോ ന പുമാൻ ന ജന്തുഹു. അങ്ങനെ അറിയാൻ സാധിക്കും, നിഷേധിച്ച് അറിയാൻ മാത്രമേ പറ്റുള്ളൂ. ഇന്നതല്ല എന്നേ പറയാൻ പറ്റുള്ളൂ, ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന നിർഗുണ പരബ്രഹ്മമേ അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറയണത്. അതുകൊണ്ട് ഭഗവാന്റെ പേരൊന്നും പറഞ്ഞില്ല. പക്ഷേ വിഷ്ണു ഭഗവാന് കാരുണ്യം കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഗുരുവായൂരപ്പ അങ്ങേക്ക് പിന്നെ കുറച്ച് അധികം അതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തന്നെയല്ലേ ഈ പറയണത് എന്ന് കണക്കാക്കി ഭഗവാൻ ആ ഗജേന്ദ്രനെ അനുഗ്രഹിക്കാൻ വേണ്ടി സർവാത്മാത്വം. എങ്ങനെയാണ് വന്നത്? ഗരുഡൻ്റെ വേഗമാണോ? ഗരുഡൻ്റെ വേഗമല്ല, ഭൂരികാരുണ്യവേഗാത്. ഗരുഡൻ്റെ പുറത്ത് വരണ ഭഗവാന് കുറച്ചങ്ങോട്ട് പോയപ്പം ആ ഗജേന്ദ്രൻ ആണ്ട് പോണത് കാണുമ്പം ഗരുഡനോട് പറഞ്ഞു ഒന്ന് സ്പീഡാവാം, തൻ്റെ ഭക്തൻ ആണ്ട് പോവുകയാണ്. ഗരുഡൻ പറഞ്ഞു എനിക്ക് ഇതിൽ സ്പീഡിൽ പറ്റില്ല, ഇത് മാക്സിമമാണ്, എനിക്ക് സാധിക്കില്ല. എന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ എന്നിട്ടും മെല്ലിയാണോ തോന്നുന്നത്. ഗജേന്ദ്രൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തണില്ല, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ് ഗരുഡൻ. ഭഗവാൻ പറഞ്ഞു ഇത്ര അടുത്താണ് ഗജേന്ദ്രൻ, ഒന്നങ്ങോട്ട് പോയാൽ പോലും എന്തിനെങ്ങനെ കറങ്ങണോ, അത് ലാൻഡ് ചെയ്യണം വെച്ചാൽ അങ്ങനെ വേണേ, പെട്ടെന്ന് പറ്റില്ല എന്നാണ്. എന്നാൽ താൻ തൻ്റെ സൗകര്യത്തിന് വരുമെന്ന് പറഞ്ഞ് കൈ കുത്തിയെടുത്ത് ചാടിയത്രേ. ആരെ രക്ഷിക്കാൻ? ഗജേന്ദ്രൻ. അതാണ് ഗരുഡനില്ല. അതാണ് ഭൂരികാരുണ്യവേഗാത് താക്ഷ്യാരൂഢ. ആ ഗരുഡൻ്റെ പുറത്തുനിന്ന് ഭഗവാൻ എടുത്ത് ചാടി പ്രേക്ഷിതോ ഭൂഹു പുരസ്താത്. ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ആ ചളിക്കുണ്ടിലേക്ക്, സംസാരമാകുന്ന ചളിക്കുണ്ടിലേക്ക് ഈ ജീവന്മാരെ രക്ഷിക്കാൻ നമ്മളൊക്കെ തന്നെയാണ് ഗജേന്ദ്രന്മാർ. നമ്മുടെ കയ്യിലുണ്ട് താമര, അതാണ് സമയം. ആ സമയമൊക്കെ പിടിയാനകൾക്ക് വേണ്ടിയും കുട്ടിയാനകൾക്ക് വേണ്ടിയും ചിലവാക്കി അവസാനം
മുതല കടിച്ച സമയത്താണ് ലേശെങ്കിലും ഭാഗവതം കേൾക്കണമെന്നും നാരായണിയൊക്കെ ആവാം ഒക്കെ തോന്നാൻ. അതാണ് താല്പര്യം. സമയം പിന്നെ അതിന് കണ്ടെത്തുകയാണ്. അതിന് മുന്നേ കുറേ സമയം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയി. അതൊക്കെ സിനിമ കണ്ട് അത് സ്ഥലങ്ങൾ കുറേ കണ്ടുപോയി. ഓരോ സ്ഥലം അങ്ങനെ കാണാൻ പോകും. അങ്ങനെയൊക്കെ ഇപ്പം എവിടെയും പോകണമെന്നില്ല. അങ്ങനെ ആവുണ്ടല്ലോ. അതാണ് വ്യത്യാസം. മുതല കടിച്ചാൽ പിന്നെ അങ്ങനെയാണ് തോന്നുക. പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ താമര കൊടുക്കുകയാണ്. അതാണ് ഇവിടെ വർണ്ണിച്ചത്. താർക്ഷ്യാരൂഢ പ്രേഷിതോ ഭൂപുരസ്താദ്. അങ്ങനെയുള്ള ഗജേന്ദ്രനെ പോലുള്ള ജീവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഇറങ്ങി വരണു. അതിനെയാണ് അവതാരം. ഇറങ്ങി വരിക. അവതരതി പറഞ്ഞാൽ ഇറങ്ങി വരിക, താഴത്തേക്ക് ഇറങ്ങി വരിക. നിർഗുണ പരബ്രഹ്മം നമ്മുടെ കണ്ണിന് കാണാനും ചെവിക്ക് കേൾക്കാനും കൈക്ക് തൊടാനൊക്കെ പാകത്തിന് ഇറങ്ങി വരുമ്പം സൗകര്യമുണ്ട്. എന്താണ് സദാശിവ ബ്രഹ്മേന്ദ്രാൾ പാടിയത്? മാനസ സഞ്ചരരെ, മനസ്സിനോട് പറയണം. കുറച്ച് മുന്നേ കേട്ടില്ലേ? ബ്രഹ്മണി മാനസ സഞ്ചരരെ. ബ്രഹ്മണി ആണ്, ബ്രഹ്മത്തിൽ സഞ്ചരിക്കും മനസ്സേ. അപ്പോൾ നമ്മൾ കരുതും ഇനി അങ്ങോട്ട് പറയുന്നതായിരിക്കും ബ്രഹ്മത്തെ പറ്റി പറയുന്നല്ലേ. ബ്രഹ്മം എന്താ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണത് മതശിഖി പിഞ്ചാലങ്കൃത ചിഗുരെ, നല്ല മയിൽപ്പീലി ചാർത്തി നീലമേഘ ശ്യാമളനായി. ഈ പരബ്രഹ്മത്തെ എവിടെയാണ് കാണുക? അത് രാധാദേവിയുടെ ഹൃദയത്തിൽ കാണാം. അവിടെ അന്വേഷിച്ചാൽ കിട്ടും. അവിടെ ഉപനിഷത്തിൽ നോക്കിയാൽ കിട്ടുന്നല്ല, ശരിക്കതാ പറയേണ്ടത്. പക്ഷേ അതല്ല, തുടങ്ങുക ബ്രഹ്മത്തിലാണ്. ബ്രഹ്മത്തിൽ സഞ്ചരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ സഗുണമായി. ഇവിടെയും ഗജേന്ദ്രൻ സ്തുതിച്ചത് നിർഗുണ പരബ്രഹ്മത്തെയാണെങ്കിലും രക്ഷിക്കാൻ വന്നത് സഗുണമാണ്. ഭഗവാൻ രൂപം ധരിച്ച് വരികയാണ്. നമ്മൾ ഭഗവാനെ അറിയണം, നിർഗുണനാണെന്ന് അറിഞ്ഞ്. പക്ഷേ ഉപാസിക്കണമെങ്കിൽ രൂപമില്ലാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ധ്യാനിക്കാം, ഉപാസിക്കാം. പക്ഷെ സംഗതി നിർഗുണനാണെന്ന് അറിയുക. അതാണ് ഉപാസനയുടെ രീതി. അതാണ് ഗജേന്ദ്രൻ ഇവിടെ കാണിച്ചിരുന്നത്. ഭഗവാൻ ഗജേന്ദ്രനെ രക്ഷിച്ചു. തൻ്റെ കയ്യിലുള്ള ആ ചക്രം കൊണ്ട് ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വ ചക്രേണത്വം നക്രവര്യം വ്യദാരീ. തൻ്റെ ഭക്തൻ്റെ പാദം പിടിച്ച മുതലയ്ക്കാദ്യം മോക്ഷം. കൂടുതൽ സ്നേഹം മുതലയോടെ തൻ്റെ ഭക്തൻ്റെ പാദം പിടിച്ചുവല്ലോ. അയാൾക്ക് മോക്ഷം കൊടുത്തിട്ട് പിന്നെ ആർക്ക് കൊടുത്തു? തൻ്റെ ഭക്തനായ ഗജേന്ദ്രന് പിന്നെയേ കൊടുത്തുള്ളൂ. ആദ്യം മുതലയ്ക്ക് മോക്ഷം കൊടുത്തു. ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തീ തുത്സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ. അതിനുശേഷം ആ തുമ്പിക്കൈയിൽ നിന്ന് തൻ്റെ നേരെ നീട്ടിയ ആ താമര, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അഖില ഗുരോ, ഗുരു എന്നാണ് വിളിച്ചത്. അജ്ഞാനമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ഗുരുനാഥ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയം ഭഗവാന്റെ നേരെ സമർപ്പിക്കുകയാണ്. താമരയല്ലത്, ഹൃത്പുണ്ടരീകം. ഹൃദയമാകുന്ന താമര ഭഗവാന്റെ നേരെ സമർപ്പിച്ചു. ഭഗവാൻ അത് സ്വീകരിച്ചു. തുമ്പിക്കൈ അങ്ങോട്ട് തൊട്ടതും ആ ഗജേന്ദ്രൻ ഭഗവാന് സമമായിട്ട് മാറി. രണ്ടുപേരും കൂടി ആ ഗരുഡൻ്റെ പുറത്ത് ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് ചിരിച്ച് കളിച്ച് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോയി. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രകേയോ. ഈ ഒരു വൃത്തം, ഈ ഒരു കഥ ഗജേന്ദ്ര തന്നെ പറ്റിയോ എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഈ കഥയോ ഗായേത്സോയം ഭൂയസേ ശ്രേയസേ സ്യാത്. അങ്ങനെ പാടിയാൽ അവർക്ക് ശ്രേയസ് ഉണ്ടാവും. ഭാഗവത്തിലും പറയും അവർക്ക് ദുസ്വപ്നം ഉണ്ടാവില്ല എന്നാണ്. ദുസ്വപ്നം എന്ന് പറഞ്ഞാൽ ചീത്ത ചിന്ത ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. ചിന്തകളിപ്പം നമ്മുടെ സമ്മതം ചോദിക്കാണ്ട് വരുമല്ലോ, അതുണ്ടാവില്ല. സ്വപ്നം നമ്മൾ വിചാരിക്കണതാ കാണുകയാണോ? എപ്പിസോഡ് പോലെ കാണുകയാണ്. ഒന്ന് കണ്ടതിൻ്റെ ബാക്കി നാളെ കണ്ടതിൻ്റെ, അങ്ങനെയല്ലല്ലോ. തോന്നിയത് വരും. ഇടയ്ക്ക് നല്ലത് വരും, ഇടയ്ക്ക് മോശം വരും. മോശം വന്നാൽ പ്രയാസമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഭക്തവത്സലനായിരിക്കുന്ന ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആ ഒരു പ്രാർത്ഥന ദശകം ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്.